യെസ് മക്കളെ, അപ്പൊ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ്. സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നത് എല്ലാവർക്കും കാണാനും കൂടെ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് ഇനിയിപ്പോ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലെൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ആൻഡ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്തി ആണ്. ആൻഡ് നല്ലൊരു മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അടക്കം ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററിൽ ഒന്നാണ് നമ്മുടെ ലെൻസസ് എന്ന് പറയുന്നത്. സോ ചാപ്റ്ററിലേക്ക് പോകുമ്പോഴേക്കും മക്കളെ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് ഈ പറയുന്ന ലെൻസ് എന്നുള്ളതാണ്. മക്കളെ വേറൊന്നുമില്ല, ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ട്രാൻസ്പെരന്റ് മീഡിയമാണ്. യെസ്, അതൊരു ട്രാൻസ്പെരന്റ് മീഡിയമാണ്. ആൻഡ് അതിൽ നമുക്ക് എന്താണ്, രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസുകളായിരിക്കും ഉണ്ടാവുക. രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസുകൾ. ആൻഡ് ഈ പറയുന്ന റിഫ്രാക്റ്റിംഗ് സർഫസുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിയറിന്റെ ഭാഗമായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതായത് ഇത് കണ്ടോ, ഇത് ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഇതൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. അതേപോലെ തന്നെ ഇത് മറ്റൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഈ റിഫ്രാക്റ്റിംഗ് സർഫസുകൾ രണ്ടെണ്ണവും എന്താണ്, സ്പിയറിന്റെ ഭാഗങ്ങളാണ്. സ്പിയറിന്റെ ഭാഗങ്ങളായിട്ടാണ് ഈ പറഞ്ഞ റിഫ്രാക്റ്റിംഗ് സർഫസുകൾ വരിക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? എ ലെൻസ് ഈസ് എ ട്രാൻസ്പെരന്റ് മീഡിയം. ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ട്രാൻസ്പെരന്റ് മീഡിയം ആണ്. ഇൻ വിച്ച് ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ്, ആൻഡ് അവിടെ എന്താണ്, ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസുകളും, ഇതിനകത്തെ ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസുകളും എന്താണ്, സ്പിയറിന്റെ പാർട്ടാണ്. ഈ ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസുകളും സ്പിയറിന്റെ പാർട്ടാണ്. എന്ന് വെച്ചാൽ നോക്ക്, ഇതൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്, അതൊരു സ്പിയറിന്റെ പാർട്ടായിട്ടാണ് വരിക. അതേപോലെ തന്നെ ഇത് മറ്റൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്, ഇത് അഗെയിൻ മറ്റൊരു സ്പിയറിന്റെ ഭാഗമായിട്ടാണ് വരിക. ഇനി അതേപോലെ തന്നെ ഇതാ ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ ഇതാ ഇത് ഒരു സ്പിയറിന്റെ ഭാഗമായിട്ടാണ് വരുന്ന ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ്. അതേപോലെ തന്നെ ഇത് മറ്റൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്, ഇതും എന്താണ്, സ്പിയറിന്റെ ഭാഗമായിട്ടാണ് വരിക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു ലെൻസ് എന്ന് വിളിക്കുക. സോ ഇതാണ് എന്ത്, ഒരു ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ എന്താണ് ലെൻസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എ ലെൻസ് ഈസ് എ ട്രാൻസ്പെരന്റ് മീഡിയം. ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ട്രാൻസ്പെരന്റ് മീഡിയം ആണ്. അതിനകത്ത് ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസും എന്താണ്, സ്പിയറിന്റെ ഭാഗമാണ്. ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസും സ്പിയറിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മക്കളെ മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലെൻസുകൾ ഏതൊക്കെ ആണുള്ളത്, ഏതൊക്കെ ടൈപ്പിലുള്ള ലെൻസുകളാണുള്ളത്, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മക്കളെ, നിങ്ങൾക്ക് അറിയാം എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ ഒരു ലെൻസാണ്. എന്താണ് ഈ ഒരു ലെൻസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലെൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നോക്കുക, ഈ ലെൻസിന് ഇങ്ങനെ പാരലൽ ആയിട്ട് ലൈറ്റിന്റെ റേ വരികയാണെങ്കിൽ, ഈ ലെൻസിന് പാരലൽ ആയിട്ട് ഇതാ ഇതേപോലെ ലൈറ്റിന്റെ റേ വരികയാണെങ്കിൽ, ഈ ലൈറ്റിന്റെ റേയിനെ എല്ലാം കൂടി ഒരൊറ്റ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റിന്റെ റേസിനെ മൊത്തം കൂടി ഒരു ഒറ്റ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ലെൻസ് ആണ് ഫസ്റ്റ് ടൈപ്പ്. ഇങ്ങനെ കൺവേർജ് ചെയ്യുന്ന ലെൻസ്, കൺവേർജിങ് ലെൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സോ ഇങ്ങനെയുള്ള കൺവേർജ് ചെയ്യുന്ന ഈ ഒരു കൺവേർജിങ് ലെൻസിന്റെ പേരാണ് എന്താണ് മക്കളെ, കോൺവെക്സ് ലെൻസ്. ഇതിന്റെ പേരെന്താണ്? ഇതാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്ന സാധനം. സോ കൺവേർജ് ചെയ്യുന്ന കൺവേർജിങ് ലെൻസ് ആണ് എന്ത്, കോൺവെക്സ് ലെൻസ്. ഇനി ഇതല്ലാതെ മറ്റൊരു ടൈപ്പിലുള്ള ലെൻസ് ഉണ്ട്. എന്താണ് അതെന്ന് നോക്കാം. മറ്റൊരു ടൈപ്പിലുള്ള ലെൻസ് എന്ന് പറഞ്ഞാൽ ആ ലെൻസിന്റെ ഷേപ്പ് ഇതാ ഈ ഒരു ഷേപ്പിലാണ് ആ ഒരു ലെൻസ് വരുന്നുണ്ടാവുക. നോക്കുക, ഈ ഒരു ഷേപ്പിലാണ് ആ ഒരു ലെൻസ് വരുന്നത്. ലെൻസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതേപോലെ പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ, ഇതേപോലെ പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈവേർജ് ചെയ്ത് പോവായിരിക്കും ചെയ്യാം. ഈ പാരലായിട്ട് വരുന്ന ലൈറ്റിന്റെ റേ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവായിരിക്കും ചെയ്യുന്നുണ്ടാവുക. കണ്ടോ, ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിലുള്ള ലെൻസിനെ നമ്മൾ വിളിക്കുന്ന ഡൈവേർജിങ് ലെൻസ് ആണിത്. ഈ ഒരു ലെൻസിന്റെ പേരെന്താണെന്ന് അറിയോ? ഈ ഒരു ലെൻസിന്റെ പേരാണ് കോൺകേവ് ലെൻസ്. സോ ദിസ് ഈസ് കോൺകേവ്, മറ്റേതെന്താണ്, കോൺവെക്സ് ലെൻസ് ആണ്. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഡൈവേർജിങ് ലെൻസ് ആണ്, കൺവേർജിങ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, അത് കൺവേർജിങ് ആണ്, ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ലെൻസ് ആണ്. സോ അതൊരു കൺവേർജിങ് ലെൻസ് ആണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, ഇവിടുന്ന് ഡൈവേർജ് ചെയ്ത് പോവാണ്. സോ ഈ ഒരു ലെൻസ് എന്താണ്, ഡൈവേർജിങ് ലെൻസ് ആണ്. സോ കൺവേർജ് ചെയ്യുന്ന കൺവേർജിങ് ലെൻസ് ആണ് ഏത്, കോൺവെക്സ് എന്ന് പറയുന്നത്. കൺവേർജ് ചെയ്യുന്ന കൺവേർജിങ് ലെൻസ് ആണ് എന്ത്, കോൺവെക്സ് ലെൻസ്. അതേപോലെ തന്നെ ഡൈവേർജ് ചെയ്തു പോകുന്ന ഡൈവേർജിങ് ആയിട്ടുള്ള ലെൻസ് ആണ് ഏത്, കോൺകേവ് ലെൻസ്.
സോ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും മക്കളെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇവരുടെ പ്രത്യേകതകൾ ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ, നോക്കിയേ, ഇവിടെ വൃത്തിയായിട്ടൊരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഇതാണ് ഇവിടെ വൃത്തിയായിട്ടൊരു കോൺകേവ് ലെൻസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കോൺവെക്സ് ലെൻസിന്റെ മിഡിൽ പോർഷൻ കുറച്ചുകൂടെ കട്ടി കൂടി, അല്ലെ, കുറച്ചുകൂടെ തിക്കറാണ്. കോൺവെക്സ് ലെൻസിന്റെ മിഡിൽ പോർഷൻ തിക്കറാണ്. ഇനി കോൺകേവ് ലെൻസോ, കോൺകേവ് ലെൻസിന്റെ ആ ഒരു എഡ്ജസ് ആണ് തിക്കറായിട്ട് വരിക. മിഡിൽ പോർഷൻ തിന്നായിട്ടും അതേപോലെ തന്നെ ആ ഒരു എഡ്ജസ് ആണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് തിക്കറായിട്ട് വരുന്നത്. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യും, ലൈറ്റിന്റെ റേയിനെ മൊത്തം കൺവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈറ്റിന്റെ റേസിനെ കൺവേർജ് ആണ് ചെയ്യുന്നത്. എന്നാൽ കോൺകേവ് ലെൻസ് എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്യും. ഇനി കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഒബ്ജക്റ്റിനെ നമുക്ക് വലുതാക്കിയിട്ടാണ് കാണാൻ പറ്റുക. കോൺവെക്സ് ലെൻസിൽ ഒബ്ജക്റ്റിനെ വലുതാക്കിയിട്ടാണ് കാണാൻ പറ്റുക. സ്റ്റോക്ക് ഒബ്ജക്ട് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഉറപ്പായിട്ടും കോൺകേവ് ലെൻസിൽ എങ്ങനെയായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ആയിരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവുക. ഇതാണ് കോൺവെക്സ് ആൻഡ് കോൺകേവ് ലെൻസ്, ഇവരുടെ പ്രത്യേകതകൾ, ഇവർ തമ്മിലുള്ള ഡിഫറൻസുകൾ മക്കളെ ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഇവർ തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും എല്ലാവരും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകളിലേക്ക് പോവാം. യെസ്, ലെൻസുമായി ബന്ധപ്പെട്ട ടേമുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് മക്കളെ ഒപ്റ്റിക് സെന്റർ ആണ്. എന്താണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ? വേറൊന്നുമില്ല, ദ മിഡ് പോയിന്റ് ഓഫ് ലെൻസ്. കണ്ടോ, ലെൻസിന്റെ മിഡ് പോയിന്റ്, ലെൻസിന്റെ നടുക്കുള്ള പോയിന്റ്, ലെൻസിന്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഒപ്റ്റിക് സെന്റർ എന്ന് വിളിക്കുക. ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ്. ഒരു ലെൻസിന്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒപ്റ്റിക് സെന്റർ എന്ന് വിളിക്കുക. ദ മിഡ് പോയിന്റ് ഓഫ് ലെൻസ് ഈസ് ദ ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ മിഡ് പോയിന്റ് ആണ്. രണ്ടാമതായിട്ടുള്ളത് എന്താണ്, സെന്റർ ഓഫ് കർവേച്ചർ ആണ്. സെന്റർ ഓഫ് കർവേച്ചർ, ഒരു ലെൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. കാരണം നമുക്കറിയാം ഒരു ലെൻസിന് രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്. ഈ പറഞ്ഞ റിഫ്രാക്റ്റിംഗ് സർഫസ് എന്താണെന്ന് പറഞ്ഞു, ഒരു സ്പിയറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു, അല്ലെ, ഒരു സ്പിയറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ഏത് സ്പിയറിൽ നിന്നാണോ ഉണ്ടാക്കിയിട്ടുള്ളത്, ഏത് സ്പിയറിന്റെ ആണോ ഭാഗമായിട്ട് വരുന്നത്, ആ സ്പിയറിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സെന്റർ ഓഫ് കർവേച്ചർ. കണ്ടോ, ഈ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് സ്പിയറിന്റെ ഭാഗമാണ്, ഈ ഒരു സ്പിയറിന്റെ ഭാഗമാണ്, അതിന്റെ സെന്റർ ആണ് ഇത്. സോ ദിസ് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ. അതേപോലെ തന്നെ ഇത് മറ്റൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഈ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് വരുന്നത് ഇതാ, ഈ ഒരു സ്പിയർ ആണ്, അതിന്റെ സെന്റർ ഇതാണ്. സോ ദിസ് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ. ഇത് രണ്ടും എന്താണ്, സെന്റർ ഓഫ് കർവേച്ചറുകളാണ്. ഇനി അതേപോലെ തന്നെ നോക്കിയ മക്കളെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ്ട് ഇതൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്, ഇതൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഈ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ഈ ഒരു സ്പിയറിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്, ഇതിന്റെ സെന്റർ ആണ് ഇത്. സോ ഇതെന്താണ്, സെന്റർ ഓഫ് കർവേച്ചർ ആണ്. അതേപോലെ തന്നെ നോക്കുക, ഇതാ ഇത് മറ്റൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഈ റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് വെച്ചാൽ ഈ സ്പിയറിന്റെ ഭാഗമാണ്. സോ ഇതൊരു സെന്റർ ആണ്. സോ ദിസ് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ. ഇതൊക്കെ സെന്റർ ഓഫ് കർവേച്ചറുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ റിഫ്രാക്റ്റിംഗ് സർഫസ് ഭാഗമായിട്ട് വരുന്ന സ്പിയർ, ആ സ്പിയറിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. അടുത്തത് എന്താ നോക്കിയേ, ഒപ്റ്റിക് ആക്സിസ് ആണ്. എന്താ മക്കളെ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വേറൊന്നുമില്ല, നമ്മളതൊരു ഇമാജിനറി ലൈൻ ആണ്. ഈ സെന്റർ ഓഫ് കർവേച്ചറുകളെ യോജിപ്പിച്ച് നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ആയിട്ടുള്ള ലൈൻ. ദ ഒപ്റ്റിക് ആക്സിസ് ഈസ് ദ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ആയിട്ടുള്ള ലൈൻ, യെസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ ഒപ്റ്റിക് ആക്സിസ്. സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പാസ് ചെയ്യും, അതേപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിലൂടെയും പാസ് ചെയ്യും. സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും അതേപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിലൂടെയും കൂടെ ചേർത്ത് പാസ് ചെയ്യുന്ന ഇമാജിനറി ആയിട്ടുള്ള ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കുക. സോ ദ ഒപ്റ്റിക് ആക്സിസ് ഈസ് ദ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ ഒപ്റ്റിക് സെന്റർ ഓഫ് എ ലെൻസ്. ഒരു എന്താണ്, ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിലൂടെയും അതേപോലെ തന്നെ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഈ പറഞ്ഞ സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പാസ് ചെയ്യുന്ന നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ആയിട്ടുള്ള ലൈൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കുക. ഇനി അടുത്തതാണ് എന്താണ്, അപ്പേച്ചർ. എന്താ മക്കളെ അപ്പേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നോക്കിയേ, ദ ഏരിയ ഓഫ് ദ ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഈസ് കോൾഡ് അപ്പേച്ചർ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ മക്കളെ? ഏരിയ ഓഫ് ദ ലെൻസ്
ത്രൂ വിച്ച് ലൈറ്റ് പാസസ്. ലൈറ്റ് പാസ് ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ ഒരു ലെൻസ് നമ്മൾ നോക്കുവാണ്. ഈ ലെൻസിന്റെ ലൈറ്റ് പാസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്ട് ഈ ഒരു ഏരിയ, ഇതാണ് അതിന്റെ അപ്പേച്ചർ, ഇതാണ് അതിന്റെ അപ്പേച്ചർ. യെസ്. ഇനി അതേപോലെ തന്നെ കുറച്ചുകൂടെ വലിയ അപ്പേച്ചറുള്ള ലെൻസ് വരയ്ക്കാൻ പറഞ്ഞതാ, ഇതിന് കുറച്ചുകൂടെ വലിയ അപ്പേച്ചർ ആണ്. കാരണം എന്താ? ഇതിലൂടെ ഇത്രയും ഏരിയയിൽ കൂടി എന്ത് സംഭവിക്കും? ലൈറ്റ് പാസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ലൈറ്റ് പാസ് ചെയ്യുന്ന ആ ഒരു ഏരിയ, ദ ഏരിയ ഓഫ് ദ ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ്, ആ ഏരിയ, ആ ഒരു ലെൻസിന്റെ എത്ര ഏരിയയിലൂടെയാണോ ലൈറ്റ് പാസ് ചെയ്യുന്നത്, അതാണ് എന്ത് പറയുന്നത്? അതിന്റെ അപ്പേച്ചർ. അതാണ് അതിന്റെ അപ്പേച്ചർ. ദാറ്റ്സ് ഇറ്റ്. സോ ഇതൊക്കെ എന്താണ്? നമ്മുടെ ലെൻസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേമുകളാണ്. ഇനി ലെൻസുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമുകളിലേക്ക് പോവാണ്. അതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. മക്കളെ, പ്രിൻസിപ്പൽ ഫോക്കസ് കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവ് ലെൻസിന്റെയും കേസിൽ ഡിഫറെന്റ് ആണ്. ആദ്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് കോൺവെക്സ് ലെൻസിന്റെ കേസിലാണ്. സോ നോക്കിക്കേ, ദ ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ് ഓൺ ഒപ്റ്റിക് ആക്സിസ് ഓൺ അതർ സൈഡ് ഓഫ് ദ ലെൻസ്. എന്താണ്? നമുക്കറിയാം, ഒരു കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഈ പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ, കോൺവെക്സ് ലെൻസിന്റെ കേസിൽ പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ റിഫ്രാക്ഷന് ശേഷം എന്ത് സംഭവിക്കും? ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു പോയിന്റിൽ വന്ന് ഇങ്ങനെ കൺവേർജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺവേർജ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അങ്ങനെ കൺവേർജ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുക. അങ്ങനെ കൺവേർജ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുക. എന്താ മക്കളെ പറഞ്ഞത് മനസ്സിലായോ? അതായത് നോക്കിക്കേ, നമുക്കറിയാം, ഒരു കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഇങ്ങനെ പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേഞ്ച് ചെയ്യും, കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുന്നത് ഒരു പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. കൺവേർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പ്രത്യേക പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. ആ കൺവേർജ് ചെയ്യുന്ന ആ ഒരു പോയിന്റില്ലേ, കൺവേർജ് ചെയ്യുന്ന ആ ഒരു പോയിന്റില്ലേ, ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുക. എന്തിന്റെ കേസിലാണ്? അതൊരു കോൺവെക്സ് ലെൻസിന്റെ കേസിലാണ്. എന്നാൽ കോൺകേവ് ലെൻസിന്റെ കേസിൽ ഇങ്ങനെയല്ല. കോൺകേവ് ലെൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഡൈവേർജ് ചെയ്താണ് പോകുന്നത്. പക്ഷെ അത് വെറുതെ അങ്ങ് ഡൈവേർജ് ചെയ്ത് പോവാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വെറുതെ അങ്ങ് ഡൈവേർജ് ചെയ്ത് പോവല്ല. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇത് നോക്കിയ മക്കളെ, ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. ഇതൊരു നോക്കിയേ, ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. ഈ പറഞ്ഞ കോൺകേവ് ലെൻസ്, ഇത് നോക്കിക്കേ, ഈ കോൺകേവ് ലെൻസിന്റെ സെന്റർ ആണിത്. ഇതാണ് എന്ത്? അതിന്റെ ഒപ്റ്റിക് ആക്സിസ്. ഇനി നോക്കിക്കേ, ഇതിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ. സോ നോക്കുക, ഇതുണ്ടോ? പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേകളാണ്. ഇതെല്ലാം പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ ആണ്. സോ ഇങ്ങനെ പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ നമ്മൾ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? ഈ ലൈറ്റിന്റെ റേ ഡൈവേർജ് ചെയ്ത് പോവായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ഇത് കണ്ടോ, ഇതേപോലെ ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ലൈറ്റിന്റെ റേ ഇങ്ങനെ എന്ത് സംഭവിക്കും? ഡൈവേർജ് ചെയ്ത് ഇങ്ങനെ പോവായിരിക്കും. പക്ഷേ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ ഡൈവേർജ് ചെയ്യുന്നത് ഒരു പ്രത്യേക പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെ നമുക്ക് തോന്നും. കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെ തോന്നും. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ആയിരിക്കും എന്ത്? ഇവിടത്തെ കേസിൽ പ്രിൻസിപ്പൽ ഫോക്കസ്. നോക്ക്, ലൈറ്റ് റേ നിയർ ആൻഡ് പാരലൽ ടു ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം അപ്പിയർ ടു ഡൈവേർജ്. എന്താണ്? ഒരു പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നത് പോലെ തോന്നും ഓൺ ഒപ്റ്റിക് ആക്സിസ് ഓൺ സെയിം സൈഡ്. കണ്ടോ? കോൺകേവ് ലെൻസിന്റെ കേസിൽ ഫോക്കസ് ഉള്ളത് എവിടെയാണ്? സെയിം സൈഡിൽ തന്നെയാണ്. എന്നാൽ കോൺവെക്സിന്റെ കേസിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് ഫോക്കസ് വരിക. ഇവിടെയോ ഫോക്കസ് വരുന്ന സെയിം സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഉറപ്പായിട്ടും പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുക. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ മക്കളെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. യെസ്, ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. മുന്നോട്ടേക്ക് പോവാണ്. നെക്സ്റ്റ് കാര്യം, ഫോക്കൽ ലെങ്ത്. എന്താണ് ഈ പറയുന്ന ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവത്തുള്ളൂ. എന്താണ് ഫോക്കൽ ലെങ്ത്? വേറൊന്നുമില്ല, ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഒപ്റ്റിക് സെന്ററിൽ നിന്നും എന്താണ്?
The focal length is the distance from optic center of the lens to principal focus. Optic സെന്ററിൽ നിന്നും പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഇതാണ് ഒപ്റ്റിക് സെന്റർ, ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇത് കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോക്കൽ ലെങ്ത്. അതേപോലെ തന്നെ നോക്ക്, ഇതാണ് ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുക. ഫോക്കൽ ലെങ്ത് നമ്മൾ പൊതുവെ സ്മോൾ ലെറ്റർ എഫ് ഉപയോഗിച്ചിട്ടാണ് കാണിക്കാറുള്ളത്. ഫോക്കൽ ലെങ്തിനെ നമ്മൾ പൊതുവെ സ്മോൾ ലെറ്റർ എഫ് ഉപയോഗിച്ചിട്ടാണ് കാണിക്കുക. സോ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് മക്കളെ പ്രതീക്ഷിക്കുന്നത്. സെറ്റ് ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. മുന്നോട്ടേക്ക് പോവാണ്. യെസ്, ഇത്രയും കാര്യങ്ങൾ മക്കളെ പറഞ്ഞത് എല്ലാവർക്കും ഔട്ട് ഓഫ് 100 എത്ര പെർസെന്റേജ് ഓക്കെ ആയി ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടേ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എന്താണ് ലെൻസ് എന്ന് പറഞ്ഞു? അതൊരു ട്രാൻസ്പെറന്റ് മീഡിയം ആണ്, അതൊരു റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ ഭാഗമാണ്. അവിടുത്തെ റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ സ്പിയറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു തന്നു. ഇനി അതേപോലെ തന്നെ രണ്ട് ടൈപ്പിലുള്ള ലെൻസ് ഉണ്ട്. ഒന്ന് കോൺവെക്സ് ലെൻസും മറ്റൊന്ന് കോൺകേവ് ലെൻസുമാണ്. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ കൺവേർജിങ് ആണ്, കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഡൈവേർജിങ് ആണെന്ന് പറഞ്ഞു. ഇനി പിന്നീട് ഈ പറഞ്ഞ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ഇനിയോ ഓരോ ടേമുകളും, ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ ആ ലെൻസിന്റെ സെന്റർ ആണെന്നും, സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ആ റിഫ്രാക്റ്റീവ് സർഫസ് ഏത് സ്പിയറിൽ നിന്നാണോ എടുത്തിട്ടുള്ളത് അതിന്റെ സെന്റർ ആണെന്നും, ഒപ്റ്റിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ സെന്റർ ഓഫ് കർവേച്ചറുകളെയും അതേപോലെ തന്നെ നമ്മുടെ ഒപ്റ്റിക് സെന്ററിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻ ആണെന്നും, അപ്പേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ലൈറ്റ് എൻ്റർ ചെയ്യുന്ന, ലൈറ്റ് പാസ് ചെയ്യാനുള്ള ആ ഒരു ഏരിയ ആണെന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി മുന്നോട്ടേക്ക് നമ്മൾ പിന്നെ എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞു? കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ പാരലായിട്ട് വരുന്ന ലൈറ്റിന്റെ റേ ഒരു പ്രത്യേക പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. ആ കൺവേർജ് ചെയ്ത് കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുക. ഇനി ഈ പറഞ്ഞ ലെൻസിന്റെ സെന്ററിൽ നിന്നും അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഈ പറഞ്ഞ പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ആ ഒരു ലെങ്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നു. ഇനി നേരെ തിരിച്ച് അതൊരു കോൺകേവ് ലെൻസ് ആണെങ്കിൽ എന്താണ്? ലൈറ്റിന്റെ റേ ഡൈവേർജ് ആണ് ചെയ്യുന്നത്, പക്ഷെ ഒരു പ്രത്യേക പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നത് പോലെ തോന്നും. അങ്ങനെയാണെങ്കിൽ ആ പ്രത്യേക പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആ പ്രത്യേക പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. ഇനി നമുക്ക് നേരെ നോക്കാനായിട്ടുള്ളത് ഇമേജ് ഫോർമേഷൻ ആണ്. ഇമേജ് ഫോർമേഷൻ അതായത് എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഇമേജ് ഫോർമേഷനിലേക്ക് പോകാനായിട്ട് പറ്റില്ല. ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം കോൺവെക്സ് ലെൻസിന്റെ കേസിലാണ് മക്കളെ എല്ലാവരും ഉണ്ടല്ലോടാ, സ്കെയില്, പെൻസില് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത്, വേണമെങ്കിൽ നിങ്ങൾ കോമ്പസും കൂടി എടുത്തു. സ്കെയില്, പെൻസില്, കോമ്പസ് കാര്യങ്ങളൊക്കെ എടുക്കും. നമ്മൾ പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്ന് വരച്ച് പഠിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേറെ സമയം കിട്ടൂല, അതുകൊണ്ടാണ് പറയണേ. ഇപ്പം ഓരോ പോയിന്റ് ആയിട്ട് ആദ്യം മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം മക്കൾ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ആ കോൺവെക്സ് ലെൻസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ. ഇനി അടുത്ത തവണ എത്ര പെർസെന്റേജ് ഓക്കെ ആയി എന്ന് പറഞ്ഞിടാൻ പറയുമ്പോൾ 98, 99 ഒന്നും വേണ്ട, എല്ലാവർക്കും 100% മനസ്സിലായിട്ടുണ്ടാവണം. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടാതെ ആയിട്ടുണ്ട് അപ്പൊ തന്നെ എൻ്റെ അടുത്ത് പറയുക. കാരണം ഇനി മുന്നോട്ടേക്കുള്ള കാര്യങ്ങളാണ് എക്സാമിന് 100% ഉറപ്പായിട്ടും വരിക. ഓക്കെ, സോ എന്തെങ്കിലും കുഞ്ഞി കാര്യമെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയുക. നോക്കിക്കേ മക്കളെ, ഒന്നാമതായിട്ട് ഈ പറഞ്ഞ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ, ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ എന്ത് സംഭവിക്കുന്ന അറിയോ? റിഫ്രാക്ഷന് ശേഷം എപ്പോഴും ഫോക്കസിലൂടെ മാത്രമേ പോകൂ. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ ഇതിലൂടെ കടന്നു പോകും? ഫോക്കസിലൂടെ കടന്നു പോകും. കാണാതെ പഠിക്കണ്ട, മനസ്സിലാക്കിയാൽ മാത്രം മതി. ആ കാര്യം പഠിച്ചോ. എന്താണ്? ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ ഇതിലൂടെ കടന്നു പോകും? ഫോക്കസിലൂടെ കടന്നു പോകും. രണ്ടാമതായിട്ട് നോക്കിക്കേ, നമ്മുടെ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേക്ക് എന്താ പറ്റുക? ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്ന റേ അതിന് ഒരു ഡീവിയേഷനും ഉണ്ടാവില്ല, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു വിട്ടാൽ മതി. ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്ന റേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഡീവിയേഷനും ഉണ്ടാക്കാതെ, ഒരു ശല്യം ഉണ്ടാക്കാതെ അങ്ങ് പൊക്കോളും. ഒരു ശല്യം ഉണ്ടാക്കാതെ പൊക്കോളും. ഇനി മൂന്നാമതായിട്ട് പറയാണ്, വേറൊരു റേ ഫോക്കസിലൂടെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. വേറൊരു റേ ഫോക്കസിലൂടെയാണ് കടന്നു വരുന്നതെന്നുണ്ടെങ്കിൽ അത് അപ്പുറത്ത് എങ്ങനെ പോകുന്നറിയോ? പാരലൽ ആയിട്ട് അങ്ങ് പൊക്കോളും.
എന്താണ്, ഒരു റേ ഫോക്കസിലൂടെ ഇങ്ങനെ വരുവാണെങ്കിൽ, അതെന്ത് ചെയ്യും, ഈ പറഞ്ഞ നമ്മുടെ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് അങ്ങ് പൊക്കോളും. ഈ മൂന്ന് കാര്യങ്ങൾ. ഒന്നാമതായിട്ട് പാരലായിട്ട് വരുന്ന റേ ഇതിലൂടെ കടന്നു പോകും, ഫോക്കസിലൂടെ കടന്നു പോകും. പാരലായിട്ട് വരുന്ന റേ ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്ന റേ ഒരു ഡീവിയേഷനും ഉണ്ടാക്കാൻ അങ്ങ് പൊക്കോളും. ഇനി ഫോക്കസിലൂടെ ഒരു റേ വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പാരലായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഫിഗറുകൾ വരയ്ക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫിഗറുകൾ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, നമ്മുടെ റേ ഡയഗ്രാം. എക്സാമിന് 100% ഉറപ്പാണ് ഒരു റേ ഡയഗ്രാം നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. അതിൽ ആദ്യത്തെ റേ ഡയഗ്രത്തിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോവുക. ഫസ്റ്റ് റേ ഡയഗ്രാം എഴുതിക്കോ. നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നത് ഒബ്ജക്റ്റ് ബിയോണ്ട് 2f. ഒബ്ജക്റ്റിനെ നമ്മൾ എടുത്ത് 2fന്റെ പുറകിൽ വെക്കുകയാണ്. ഇനി ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫിഗർ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു കാര്യം കൂടി ഉണ്ട്. ഫിഗർ വരയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കുക. അല്ലാതെ പേന ഉപയോഗിച്ച് അങ്ങനെയൊന്നും വരച്ചേക്കരുത് കേട്ടോ. എക്സാമിനൊക്കെ വരയ്ക്കുമ്പോൾ ഒരിക്കലും പേനയൊന്നും ഉപയോഗിച്ച് വരച്ചേക്കരുത്. ഫിഗറൊക്കെ വരയ്ക്കുമ്പോൾ പെൻസിൽ ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒപ്റ്റിക് ആക്സിസ് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് ആദ്യം ചെയ്യേണ്ട കാര്യം, നീറ്റായിട്ട് ആ ഒപ്റ്റിക് ആക്സിസ് വരച്ചു കൊടുക്കുക. ഒപ്റ്റിക് ആക്സിസ് ആയല്ലോ. ഇനി ആ ഒരു ഒപ്റ്റിക് ആക്സിസ് വരച്ചു കഴിയുമ്പം നിങ്ങൾ നടുക്കായിട്ട് ഒരു പോയിന്റ് ഇടുക. ഓക്കെ, ഇനി ആ ഒരു പോയിന്റിലൂടെ നിങ്ങൾ ജസ്റ്റ് ഒരു ഡോട്ടഡ് ലൈനായിട്ട് ഇങ്ങനെ വരയ്ക്കുക. തെറ്റാതെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്തോ, മുകളിലേക്ക് ഒരു 3 സെന്റിമീറ്ററും താഴേക്ക് ഒരു 3 സെന്റിമീറ്ററും എടുത്തോ. അല്ലെ 2 3 അങ്ങനെ എത്രയെങ്കിലും. ഇങ്ങനെ തന്നെയാണോ സ്കൂളിൽ ചെയ്യാൻ പറഞ്ഞത്? ആണോ? അതെ സർ. യെസ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ലെൻസ് വരയ്ക്കുമ്പോൾ ഒന്നുകൂടെ വൃത്തിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ റൗണ്ട് ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് വരച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് നീറ്റായിട്ട് വരച്ചാൽ മതി. ഓക്കെ, കോമ്പസ് വെച്ചിട്ടാണോ സ്കൂളിൽ പഠിപ്പിച്ചേ? പ്രൊട്രാക്ടർ ഉപയോഗിച്ച്. യെസ്, പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണ് അങ്ങനെ. യെസ്. അപ്പം എന്ത് ചെയ്യുക, അതൊന്ന് നീറ്റായിട്ട് വരയ്ക്കുക. അപ്പൊ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ലെൻസ് അവിടെ വരച്ചു കൊടുക്കുക. ഇനി ശ്രദ്ധിക്കണം, ഇനി ബാക്കി മെഷർമെന്റുകളൊക്കെ ഈ സെന്ററിൽ നിന്ന് എടുക്കുക. സെന്ററിൽ നിന്നും ഒരു 3 സെന്റിമീറ്ററോ 4 സെന്റിമീറ്ററോ അകലത്തിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇപ്പൊ 3 എടുത്തിട്ടുള്ളെങ്കിൽ കറക്റ്റ് 3 തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 2f കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, കറക്റ്റ് ഒരു 3 അല്ലെങ്കിൽ 4, ഇവിടെ എത്രയാണോ എടുത്ത് അത്ര തന്നെ ഇവിടെ ഫോക്കസ് കൊടുക്കുക. ഇനി ഈ ഡിസ്റ്റൻസ് എത്രയാണോ അത്രയും തന്നെ 2f കൊടുക്കുക. ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ടുണ്ട്, നീറ്റായിട്ട് ആ ലെൻസ് വരച്ചു. മക്കളെ എല്ലാവരും നീറ്റായിട്ട് ആ ലെൻസ് ഒന്ന് വരച്ചേടാ. എല്ലാവരും നീറ്റായിട്ട് ആ ലെൻസ് ഒന്ന് വരയ്ക്കാവോ? വേഗം വരച്ച് കഴിയുമ്പോൾ ഒരു തംസപ്പ് ഇടണേ. ഓക്കെ, ഞാനൊരു എളുപ്പത്തിന് അതൊന്ന് കോപ്പി ചെയ്ത് വെച്ചാണ് കേട്ടോ. യെസ്. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ ആദ്യം നമ്മളോട് എവിടെയാണ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്? ബിയോണ്ട് 2f ആണ്. എന്നുവെച്ചാൽ എവിടെയാണ്? 2fന്റെയും പുറകില് നമ്മളോട് വെക്കാൻ പറഞ്ഞിട്ടുള്ളത് 2fന്റെയും പുറകിലാണ്. അതായത് ബിയോണ്ട് 2f ആണ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 2fന്റെ പുറകിൽ കൊണ്ട് വെക്കുകയാണ്. ഓക്കെ, 2fന്റെ പുറകിൽ വേണമെങ്കിൽ നിങ്ങൾ
ഒരു 1-2 സെന്റിമീറ്റർ ലെങ്ത് ഒക്കെ അളന്നിട്ട് തന്നെ വരച്ചാലും നല്ലതാണ്. അങ്ങനെ വരച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ടും എന്ത് ചെയ്യുക, OB എന്ന് എഴുതി കൊടുക്കുക. ഒബ്ജക്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഒബ്ജക്റ്റ് എന്നുള്ള അർത്ഥത്തിൽ OB എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ ആദ്യത്തെ ലൈറ്റിന്റെ റേ വരയ്ക്കുകയാണ്. കറക്റ്റ് പാരലൽ ആയിട്ട് തന്നെ ലൈറ്റിന്റെ റേ വരയ്ക്കണം. ഈ സെന്റർ വരെ വരച്ചു, സെന്റർ വരെ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. ഇനി അത് എതിലൂടെ പാസ് ചെയ്യും? നമുക്കറിയാം പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റിന്റെ റേ എതിലൂടെ പാസ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്, ഫോക്കസിലൂടെ. നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റ് നല്ല നീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇനി അത് കൂടാതെ ലൈറ്റിന്റെ പാത്ത് കാണിക്കണം കേട്ടോ. ഇതുണ്ട്, ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു. ആ ലൈറ്റിന്റെ പാത്ത് അടക്കം നീറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക. ഇനി രണ്ടാമതായിട്ട് ഒരു ലൈറ്റിന്റെ റേ വേണം. അത് എതിലൂടെ പാസ് ചെയ്യുക? ഈ ഒപ്റ്റിക് സെന്ററിലൂടെ വേണം പാസ് ചെയ്യാനായിട്ട്. യെസ്, കണ്ടോ, ഒപ്റ്റിക് സെന്ററിലൂടെ വേണം പാസ് ചെയ്യാനായിട്ട്. നമ്മൾ വെച്ചത് എവിടെയാണ്? ഒബ്ജക്റ്റ് ബിയോണ്ട് 2F ആണ് അല്ലേ? യെസ്. അപ്പൊ നോക്കിയേ, ഇതാണ്ട് ഇത് നമ്മളിങ്ങനെ വരച്ച് 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 വന്ന് കഴിയുമ്പോഴേക്കും യെസ്, ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എവിടെയാ കിട്ടിയത്? എഫിന്റെയും 2Fന്റെയും ഇടയ്ക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഇമേജ് കിട്ടിയോ? ഇമേജിന്റെ അവിടെ IM എന്ന് എഴുതണം. IM. യെസ്, IM. ഇനി ഇതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മളൊന്ന് നോക്കുവാണ്. ഒന്നാമതായിട്ട് കിട്ടിയിട്ടുള്ളത് എവിടെയാണെന്ന് എഴുതുക. ബിറ്റ്വീൻ, എവിടെയാ കിട്ടിയത്? ബിറ്റ്വീൻ F and 2F. അപ്പുറത്തെ സൈഡിലാണ്, അപ്പൊ വേണേ അങ്ങനെ എഴുതാം. ബിറ്റ്വീൻ F and 2F ഓൺ അതർ സൈഡ്. ബിറ്റ്വീൻ F and 2F ഓൺ അതർ സൈഡ്. അപ്പുറത്തെ സൈഡിൽ എഫിനും 2Fനും ഇടയ്ക്കായിട്ട്. ഇനി അതിന്റെ പ്രത്യേകതകൾ ഓരോന്നോരോന്നായിട്ട് എഴുതിക്കുക മക്കളെ. തളതിരിഞ്ഞിരിക്കുന്ന ഇമേജ് ആണ്. ഇൻവേർട്ടഡ്, ഇൻവേർട്ടഡ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. ഇനി ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. ഇനി അത് ഇൻവേർട്ടറിന്റെ കൂടെ എപ്പോഴും ആര് വരും? റിയൽ. റിയലും ഇൻവേർട്ടഡും ആട്ടോ എപ്പോഴും ഒന്നിച്ച് വരിക. റിയൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ മക്കളെ? സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും. ഈ ഇമേജ് നമുക്ക് സ്ക്രീനിൽ കിട്ടും, അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിയൽ ഇമേജ് എന്ന് വിളിക്കുക. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത ഇമേജ് എന്താണ്? വിർച്വൽ ആണ്. അപ്പൊ ഇത് റിയൽ ആയിട്ടുള്ള ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. സൈസ് എന്തായിരിക്കും? ഇതിനേക്കാളും ചെറുതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡിമിനിഷ്ഡ് ആയിരിക്കും. യെസ്, ഒരെണ്ണം വൃത്തിക്ക് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ നിങ്ങളെ ഹെൽപ്പ് പോലും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത് വൃത്തിയായിട്ട് മനസ്സിലായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ ഫിഗറും വരയ്ക്കാൻ പറ്റുന്നതാണ്. എത്ര പേർക്ക് ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ടടാ? എത്ര പേർക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് മനസ്സിലായി? പറയാമോ? മനസ്സിലായി. യെസ്, വെരി ഗുഡ്. മനസ്സിലായി. യെസ് യെസ് യെസ്. അപ്പം അടുത്തത്, അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ മക്കളെ ഇതും കൂടി ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കടാ. ഒബ്ജക്റ്റ് നമുക്ക് ഇനി കൊണ്ടുപോയിട്ട് 2Fൽ വെക്കാം. ഒബ്ജക്റ്റ് അറ്റ് 2Fൽ വെക്കുവാണേ. ഒബ്ജക്റ്റിനെ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് 2Fൽ കൊണ്ട് വെക്കുവാണ്. എന്താണ് അവസ്ഥ നോക്കാം. ഒബ്ജക്റ്റിനെ കൊണ്ട് 2Fൽ വെച്ചാൽ എന്താണ് അവസ്ഥ നോക്കാം. നോക്കിയേ, 2F, ഇതാണ്ട് ഇവിടെ 2F ഉണ്ട്. അപ്പം മുമ്പ് വരച്ച പോലെ തന്നെ വൃത്തിയായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇതാ 2Fൽ കൊണ്ടുപോയിട്ട് ഒബ്ജക്റ്റ് വെക്കുന്നു. വൃത്തിയായിട്ട് നമ്മൾ അവിടെ OB എന്ന് എഴുതിയിട്ടുണ്ട്, OB. ഇനി അതിനുശേഷം എന്ത് ചെയ്യാം? ഇതാണ്ട് പാരലൽ ആയിട്ട് ഒരു ലൈറ്റിന്റെ റേ, പാരലായിട്ട് വരയ്ക്കുന്ന ലൈറ്റിന്റെ റേ എതിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും? ഫോക്കസിലൂടെ. യെസ്, അത് കാണിച്ചു കൊടുക്കുക. ഇനി രണ്ടാമതായിട്ട് ഏത് റേയാ വരയ്ക്കണ്ടേ? അത് ഒപ്റ്റിക് ആക്സിസിലൂടെ വേണം പാസ് ചെയ്യാൻ. കണ്ടോ, ഒപ്റ്റിക് ആക്സിസിലൂടെ പാസ് ചെയ്യുന്നു. കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 2Fൽ തന്നെ ആയിരിക്കും ഇമേജ് കിട്ടുന്നുണ്ടാവുക. ഇമേജിന്റെ അവിടെ IM എന്ന് എഴുതുക. ശരിയല്ലേ മക്കളെ? ഇങ്ങനെയാണോ കിട്ടിയത്? യെസ്, ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്? അറ്റ് 2F ആണ്. യെസ്, അറ്റ് 2F ഓൺ അതർ സൈഡ് എന്ന് എഴുതാം. അറ്റ് 2Fലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. ഒന്നുകൂടെ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ അറ്റ് 2F ഓൺ അതർ സൈഡ്, അപ്പുറത്തെ സൈഡിലുള്ള 2Fലാണ് കിട്ടുന്നത്. ഇനി അതുകൂടാതെ ഇതിന്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റിയൽ ആയിട്ടുള്ള ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് അല്ലെ? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. സൈസ് എങ്ങനെയാടാ? സൈസ് എങ്ങനെയാ? സെയിം സൈസ്. യെസ്, സൈസ് വരുന്നത് സെയിം സൈസ് ആയിരിക്കും. റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്, അതേപോലെ തന്നെ സെയിം സൈസ് ഉള്ള ഇമേജ് ആയിരിക്കും. റിയൽ, ഇൻവേർട്ടഡ്, സെയിം സൈസ്. റിയൽ, ഇൻവേർട്ടഡ്, സെയിം സൈസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ബുദ്ധിമുട്ടില്ല, തെറ്റാണ് എന്ന് പ്രതീക്ഷിക്കുന്നു.
ഓക്കെ, ഫീച്ചേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്ക്. ഇതാണ്ട് ഒന്നാമതായിട്ട് ഇത് തലതിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇൻവേർട്ടഡ് ആണെങ്കിൽ പൊതുവെ റിയൽ ആയിരിക്കും. ഇനി അത് കൂടാതെ സൈസ് നിങ്ങളത് കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ഇതിന്റെ അതേ സൈസിൽ തന്നെ ആയിരിക്കും കിട്ടുക. അതായത് ടു എഫിൽ വെക്കുമ്പോഴാണ് നമുക്ക് ടു എഫിൽ തന്നെ കിട്ടും, അത് ഒരേ സൈസ് ആണെന്ന് ഓർത്തേക്കുക. യെസ്, നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റിനെ ഇനി നമുക്ക് ഇവിടെ വെക്കാം. നമ്മൾ എവിടേക്ക് ഇപ്പൊ കൊണ്ടുവച്ചേ? ഒന്ന് ബിയോണ്ട് ടു എഫ് വെച്ചു, ടു എഫ് വെച്ചു. ഇനി എവിടെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫ് വെക്കണം അല്ലെ? യെസ്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫ്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫ്. ഒബ്ജക്റ്റിനെ നമ്മൾ എഫിന്റെയും ടു എഫിന്റെയും ഇടയ്ക്ക് വെക്കുന്നു. അപ്പൊ നോക്കി, ഇതാണ്ട് എഫിന്റെയും ടു എഫിന്റെ ഇടയ്ക്കായിട്ട് നീറ്റായിട്ട് നിങ്ങൾ ആ ഒബ്ജക്റ്റ് വരച്ചു കൊടുക്കുക, ഒ ബി. ഇനി അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ ലൈറ്റിന്റെ റേ പാരലൽ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഒന്നാമത്തെ ലൈറ്റിന്റെ റേ പാരലൽ ആയിട്ട് പോയി കൃത്യമായിട്ട് റേ വരച്ചു കൊടുക്കുക. അത് ഇതിലൂടെ കടന്നു പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോക്കസിലൂടെ കടന്നു പോകണം. ഫോക്കസിലൂടെ കടന്നു പോട്ടെ. രണ്ടാമതായിട്ട് വരുന്ന ലൈറ്റിന്റെ റേ ഇതിലൂടെ കടന്നു പോകണം. ഇതാണ്ട് അതിന്റെ ഒപ്റ്റിക് സെന്ററിലൂടെ വേണം കടന്നു പോവാൻ, അല്ലേ? ആണോ? യെസ്, ഉറപ്പായിട്ടും ഒപ്റ്റിക് സെന്ററിലൂടെ വേണം കടന്നു പോവാൻ. യെസ്, അങ്ങനെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും കൂട്ടിമുട്ടുന്നുണ്ടാവുക. ബിയോണ്ട് ടു എഫ് ആണോ മക്കളെ കിട്ടിയത്? ആണോ? യെസ്, ബിയോണ്ട് ടു എഫ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക ഒബ്ജക്റ്റിന്റെ. സോ എവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്? ബിയോണ്ട് ടു എഫ്. ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫിൽ വെച്ചപ്പോൾ കിട്ടിയത് എവിടെയാണ്? ബിയോണ്ട് ടു എഫ്. ഓൺ അതർ സൈഡ് എന്ന് എഴുതിക്കോ, ബിയോണ്ട് ടു എഫ്. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ്? ഒന്ന്, റിയൽ ആണ്. യെസ്, ഇൻവേർട്ടഡ് ആണ്. സൈസോ? ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സൈസ് എങ്ങനെയാ? വലുതാണ്. വലുതിനെ എങ്ങനെ പറയാം? എൻലാർജ് അല്ലെങ്കിൽ മാഗ്നിഫൈഡ്, എങ്ങനെ വേണേൽ പറയാം. സോ എൻലാർജ്ഡ് ആണ്, റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്, ആൻഡ് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും കിട്ടുക. റിയൽ ആയിട്ടുള്ള, ഇൻവേർട്ടഡ് ആയിട്ടുള്ള, എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും മക്കളെ കിട്ടുന്നുണ്ടാവോ എപ്പോ? ഒബ്ജക്റ്റ് എഫിനും ടു എഫിനും ഇടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫ് ആകുമ്പോൾ റിയൽ ആയിട്ടുള്ള, ഇൻവേർട്ടഡ് ആയിട്ടുള്ള, എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും കിട്ടുക. ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോടാ? ഓക്കെ. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും ഔട്ട് ഓഫ് 100 എത്ര പെർസെന്റേജ് ഓക്കെ ആയിട്ടുണ്ട്? കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ എന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ? യെസ്, ഓക്കെ മക്കളെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ എല്ലാവർക്കും? ഹലോ, മനസ്സിലായി. മനസ്സിലായി സാർ. സോ അതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുക. സോ ഒബ്ജക്റ്റ് ബിയോണ്ട് ടു എഫ് പറഞ്ഞു, എഫ് ആൻഡ് ടു എഫ് പറഞ്ഞു. ഇനി അടുത്ത എവിടെയാണ്? ഒബ്ജക്റ്റിനെ നമുക്ക് എഫിൽ കൊണ്ടുവെക്കാം. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റ് അറ്റ് എഫ്. ഒബ്ജക്റ്റ് അറ്റ് എഫ്.
യെസ് ഒബ്ജക്റ്റ് അറ്റ് എഫ്. വരയ്ക്കാൻ പറ്റുമോ നോക്കി. യെസ്. നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റിനെ നമ്മൾ എഫിൽ കൊണ്ടുവെക്കുകയാണ്. അപ്പം എന്തായിരിക്കും അവസ്ഥ, എങ്ങനെയായിരിക്കും കിട്ടുന്നത് നോക്കി. യെസ് ഒബ്ജക്റ്റിനെ നമ്മൾ എഫിൽ കൊണ്ടുവെക്കുകയാണ്. അപ്പോ എന്താ സംഭവം, ആദ്യം ഒരു റേ പാരലൽ ആയിട്ടായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ഫസ്റ്റ് റേ നേരെ ഇതാണ്ട് പാരലൽ ആയിട്ട് കടന്നു പോട്ടെ. ആദ്യത്തെ റേ ഇതേപോലെ പാരലൽ ആയിട്ട് കടന്നു പോകും അല്ലേ. സോ പാരലൽ ആയിട്ട് കടന്നു പോകുന്ന റേ എങ്ങനെയായിരിക്കും, ഉറപ്പായിട്ടും നമുക്കറിയാം അത് ഫോക്കസിലൂടെ കടന്നു പോകണം. ഇത് ഒബ്ജക്റ്റ് ആണ് OB. യെസ് അതെന്ത് ചെയ്യണം, ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ഫോക്കസിലൂടെ കടന്നു പോട്ടെ. ഇനി രണ്ടാമതായിട്ടുള്ള റേ എന്ത് ചെയ്യും, ഇത് കണ്ടോ ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യട്ടെ. യെസ് അപ്പൊ ഇതാ രണ്ട് പാരലൽ ആയിട്ടുള്ള റേ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും മക്കളെ നമുക്ക് ഇമേജ് കിട്ടുന്നത്, ഇമേജ് കിട്ടാൻ പോകുന്നത് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ പാരലൽ ആയിട്ടല്ലേ പോകുന്നത്, സോ ഇമേജ് എവിടെയായിരിക്കും, അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയാം. ഇനി ഇതിന്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ ഒന്ന് റിയൽ ആയിട്ടുള്ള ഇമേജും അതേപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജും തന്നെയാണ് അവിടെ കിട്ടാൻ പോകുന്നത്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ് ഇമേജ്. ഇനി അതിന്റെ സൈസ് എങ്ങനെയായിരിക്കും എന്നറിയോ, ഭയങ്കരമായിട്ട് വലുതായിരിക്കും, ഹൈലി എൻലാർജ്ഡ് ആണ്. സോ എൻലാർജ്ഡ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. യെസ് എത്ര പേർക്ക് ഇത് കിട്ടിയായിരുന്നു, എത്ര പേർക്ക് കിട്ടിയായിരുന്നു മക്കളെ പറയാൻ പറ്റുമോ. എന്തോ റിയൽ ആൻഡ് ഇൻവെർട്ടഡ് എങ്ങനെയാ കിട്ടുന്നത്. യെസ് അതായത് ഇതെന്താണെങ്കിലും എന്താണ് അങ്ങ് പോയിട്ടുണ്ടാവുന്ന ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. കാരണം നമുക്ക് ഇപ്പുറത്തെ സൈഡിലല്ലേ കിട്ടിയേ, ഇപ്പുറത്തെ സൈഡിൽ കിട്ടുന്ന ഇമേജസ് ഒക്കെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ യെസ്. ഇനി അങ്ങനെ അല്ലാത്തൊരു ഇമേജ് നമ്മൾ അടുത്ത് നോക്കുന്നുണ്ട്, നെക്സ്റ്റ് വൺ നോക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ നോക്ക്. അടുത്തതായിട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ എവിടെ വെക്കണ്ടേ, ഒബ്ജക്റ്റിനെ അടുത്തതായിട്ട് എവിടെ വെക്കണ്ടേ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. എഫിന്റെയും ലെൻസിന്റെയും ഇടയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് വൺ ആയിട്ട് ഒബ്ജക്റ്റിനെ വെക്കാൻ പോവാണ്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് നോക്കാം. അപ്പോഴെന്തായിരിക്കും സംഭവം നോക്ക്. ആദ്യം ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, എഫിന്റെയും ലെൻസിന്റെയും ഇടയ്ക്ക് വെക്കുന്നു. ഇവിടെയാണ് ഒബ്ജക്റ്റ് വരിക, ഇവിടെയാണ് ഒബ്ജക്റ്റ് വരുന്നുണ്ടാവുക. അപ്പം ആദ്യം എന്ത് ചെയ്യണം, ഇത് കണ്ടോ ഈ ഒരു ലൈറ്റിന്റെ റേ, ആദ്യത്തെ ലൈറ്റിന്റെ റേ ഇതാ പാരലായിട്ട് ഇതാ ഇങ്ങനെ പോവായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ആ പാരലായിട്ട് പോകുന്ന റേക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഫോക്കസിലൂടെയാണ് കടന്നു പോകേണ്ടത്. സോ പാരലായിട്ട് പോകുന്ന ലൈറ്റിന്റെ റേ ഫോക്കസിലൂടെ കടന്നുപോയി. ഇനി രണ്ടാമത്തെ റേ എങ്ങനെയായിരിക്കും, നമ്മൾ പറഞ്ഞു ഒപ്റ്റിക് സെന്ററിലൂടെ വേണം രണ്ടാമത്തെ റേ കടന്നു പോകാനായിട്ട്. സോ ആ രണ്ടാമത്തെ റേ എന്ത് ചെയ്യട്ടെ, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകട്ടെ. നിങ്ങൾ വരയ്ക്കുമ്പോൾ നീറ്റായിട്ട് വരയ്ക്കൂട്ടാ. യെസ് ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി. ഇനിയോ ഇതിനെ നമ്മൾ മുന്നോട്ടേക്ക് എത്ര വരച്ചിട്ടും കാര്യമില്ല, ഒരിക്കലും കൂട്ടിമുട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നേരെ ഒന്ന് പുറകോട്ടേക്ക് ഒന്ന് വരച്ചു നോക്കാം. നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. ഓക്കെ യെസ് അപ്പൊ ഇതാ ഇങ്ങനെയായിരിക്കും കൂട്ടിമുട്ടുന്നുണ്ടാവുക. ഇങ്ങനെ ഒരു പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുക, ഇവര് വന്ന് കൂട്ടിമുട്ടുന്നുണ്ടാവുക. യെസ് ഇങ്ങനൊരു പോയിന്റ് വന്നിട്ടായിരിക്കും കൂട്ടിമുട്ടുന്നുണ്ടാവുക. ഇവിടെ ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ ഇമേജ് വരുന്നുണ്ടാവുക അല്ലെ. ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഇമേജ് വരുന്നുണ്ടാവുക. സോ ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടോ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഇമേജ് വരുന്നുണ്ടാവുക, ഇത്ര മാത്രം. ബുദ്ധിമുട്ടുണ്ടോ മക്കളെ ചെയ്യാൻ, സെറ്റാണോ അത്, ഓക്കെ ആണോ. അപ്പം ഈ ഒരു ഇമേജിന്റെ പ്രത്യേകതകൾ നമ്മൾ പറയണ്ടേ, എന്താണ്, ഓൺ ദ സെയിം സൈഡ് അല്ലെ. ഇവിടത്തെ ഇമേജിന്റെ പ്രത്യേകത എന്താണ്, ഓൺ ദ സെയിം സൈഡിലാണ് കിട്ടിയിട്ടുള്ളത്. ഓൺ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട്, ഓൺ സെയിം പൊസിഷൻ ആണ്, ഓൺ സെയിം സൈഡ്
ഓഫ് ദ ഒബ്ജക്ട്, ഒബ്ജക്റ്റിന്റെ അതേ സൈഡിൽ, ഓൺ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട്, ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലാണ് കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രത്യേകതകൾ നമ്മൾ പറയുവാണെങ്കിൽ നോക്കിക്കേ, നേരെ നിൽക്കുന്ന ഇമേജാ. നേരത്തെയൊക്കെ തലകുത്തിയ ഇമേജ് ആയിരുന്നു, ഇപ്പൊ നേരെ നിൽക്കുന്ന ഇമേജ് ആണ്, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ്, ഇറക്റ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്തും പറയാം, വിർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ്, ഇറക്റ്റും വിർച്വലുമായിട്ടുള്ള ഇമേജ് ആണ് കിട്ടുന്നത്. ഇനിയോ ഇതിന്റെ സൈസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എൻലാർജ്ഡ് ആണ് സൈസ് വരിക. എൻലാർജ്ഡ് ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള വിർച്വൽ ഇമേജ് ആയിരിക്കും ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസിൽ കിട്ടുക. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസിൽ കിട്ടുന്നത് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലാണ് കിട്ടുന്നത്, ഇറക്റ്റ് ആണ്, വിർച്വൽ ആണ്, എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? യെസ്. ഇനി അപ്പം അത്രയും ആകുമ്പോഴേക്കും കോൺവെക്സ് ലെൻസിന്റെ കേസിൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഇത്രയുമാണ് നമ്മുടെ ഇമേജ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കോൺകേവിന്റെ കേസിൽ എങ്ങനെയാണെന്ന് അറിയോ മക്കളെ? സോ കോൺകേവിന്റെ കേസിൽ ഒന്നാമതായിട്ട് ഇതാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റേ ഇങ്ങനെ പാരലൽ ആയിട്ട് വരുവാണ്. പാരലൽ ആയിട്ട് വരുന്ന റേ കോൺകേവ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? ഡൈവേർജ് ചെയ്താൽ പോവാ. ഉറപ്പായിട്ടും അത് ഡൈവേർജ് ചെയ്ത് പോവും. യെസ്, അത് പക്ഷെ ഡൈവേർജ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നത് പോലെ, ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നത് പോലെ ആയിരിക്കും. ഇനി രണ്ടാമതായിട്ട് ഇതാണ്ട് വേറൊരു ലൈറ്റിന്റെ റേ ഇങ്ങനെ വരുവാണ്. വരുന്ന ലൈറ്റിന്റെ റേ എങ്ങോട്ടേക്ക് വരുന്നത് പോലെ ആയിരിക്കും? ഫോക്കസിലേക്ക് വരുന്നത് പോലെ ആണെങ്കിൽ, ഫോക്കസിലേക്ക് വരുന്നത് പോലെ ആണെങ്കിൽ അതെന്ത് ചെയ്യും? ഈ പറഞ്ഞ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് കടന്നു പോകും. അത് ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ടായിരിക്കും കടന്നു പോവുക. ഇനി നമ്മുടെ വേറെ എന്താണ്, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന എല്ലാ ലൈറ്റിന്റെ റേയും ഒരു ഡീവിയേഷനും ഉണ്ടാക്കാതെ നേരെ തന്നെ അങ്ങ് പൊക്കോളും. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപദ്രവവും ഇല്ല. നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഉപദ്രവവും ഇല്ല. എന്താണ്, ഇങ്ങനെ അങ്ങ് കടന്ന് പൊക്കോളും എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെ അങ്ങ് കടന്നു പൊക്കോളും. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ടും എന്ത് ചെയ്യണം? അതിന്റെ ഇമേജ് ഫോർമേഷൻ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇമേജ് ഫോർമേഷനിലേക്ക് നമ്മൾ പോവാണ്. എങ്ങനെയായിരിക്കും ഇമേജ് ഉണ്ടാവുന്നത്? ആദ്യം തന്നെ ഒരു കോൺകേവ് ലെൻസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കണേ. ആദ്യം എന്ത് ചെയ്യുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഒപ്റ്റിക് ആക്സിസ്. ഉറപ്പായിട്ടും സെന്റർ വേണം. അതിനുശേഷം നോക്കിയേ, നിങ്ങൾ കോമ്പസോ പ്രൊട്രാക്ടർ വല്ലതും വെച്ചിട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യുക? മുകളിലേക്ക് ഒരു 3 സെന്റിമീറ്റർ ലൈൻ, അതേ സെയിം ഡിസ്റ്റൻസ് തന്നെ താഴേക്കും എടുത്ത് വരയ്ക്കുക. എന്നിട്ടോ ഒരു പ്രൊട്രാക്ടറിന്റെ ഒരു എൻഡ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ വരച്ചോ. അതേപോലെ തന്നെ ഇതാ ഇങ്ങനെയും വരയ്ക്കേ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ യോജിപ്പിച്ചോ. ഇവിടെയും അതേപോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒന്ന് യോജിപ്പിക്കുക. ഇങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി അതിനുശേഷം നോക്കുക, ഇതാണ് സെന്റർ. സെന്ററിൽ നിന്നും എത്രയെങ്കിലും ഒരു ഡിസ്റ്റൻസിൽ, ഇതാണ് സെന്റർ. സെന്ററിൽ നിന്നും എത്രയെങ്കിലും ഒരു ഡിസ്റ്റൻസിൽ, ഒരു 3 സെന്റിമീറ്റർ അങ്ങനെ വല്ല ഡിസ്റ്റൻസിൽ ഫോക്കസ്. ആൻഡ് ഇവിടെ നിന്ന് പിന്നെയും എന്ത് ചെയ്യുക? അത്ര തന്നെ ഡിസ്റ്റൻസിൽ 2f. ഇവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടേക്കും ഫോക്കസ്, ഇവിടെ നിന്നും അത്രയും തന്നെ ഡിസ്റ്റൻസിൽ എന്താണ്? 2f. ഓക്കെ, എഫും 2f ആയി. ഇനി അതിനുശേഷം നമ്മൾ ഇതാണ്ട് എവിടെയെങ്കിലും ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഞാനിതാ ഇവിടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ബിറ്റ്വീൻ എഫ് ആൻഡ് 2f കൊണ്ടുപോയിട്ട് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാണ്. നമ്മൾ എന്താ മക്കളെ പഠിച്ചത്? ആദ്യം ഒരു റേ എന്ത് ചെയ്യാം? പാരലൽ ആയിട്ട് ഇങ്ങനെ പോട്ടെ. ഒരു റേ പാരലൽ ആയിട്ട് പോട്ടെ. നമ്മൾ പഠിച്ചത് എന്താണ്? പാരലൽ ആയിട്ട് പോകുന്ന റേ ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നത് പോലെ ഡൈവേർജ് ചെയ്യും. ഇങ്ങനെ കണ്ടോ? ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പൊക്കോളും. രണ്ടാമത്തെ റേ എന്ത് സംഭവിക്കും? രണ്ടാമത്തെ റേ നമുക്ക് 2 റേ മതി. രണ്ടാമത്തെ റേ എന്ത് ചെയ്യും? ഒപ്റ്റിക്സ് ഏത് വേണേലും വരയ്ക്കാം, പക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പം ഏതാണ്? ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേ വരയ്ക്കുന്നതാണ്. സോ രണ്ടാമത്തെ റേ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകട്ടെ. യെസ്. 2 റേ എവിടെയെങ്കിലും കൂട്ടിമുട്ടിയിട്ടുണ്ടോ? ഉണ്ട്. 2 റേയും കൂട്ടിമുട്ടിയിട്ടുണ്ട്. പക്ഷെ കൂട്ടിമുട്ടിയത് എവിടെയാ? ഇതാ ഇവിടെ. സോ ഇവിടെ ആയിട്ടായിരിക്കും ഇമേജ് അപ്പോൾ ഫോം ചെയ്യുന്നത്. ഇവിടെ ആയിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ആൻഡ് ഇമേജിന്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്നാമതായിട്ട് എവിടെ ഫോം ചെയ്തു? ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലായിരിക്കും എപ്പോഴും ഇമേജ് ഫോം ചെയ്യുക. ഓൺ ദ സെയിം സൈഡ്, ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട്, ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റ് ഉള്ള അതേ സൈഡിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? ഇമേജ് ഫോം ചെയ്യുക. ഓൺ ദ സെയിം സൈഡ് ഓഫ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്ട്.
ഇനി രണ്ടാമതായിട്ട് അതിന്റെ പ്രത്യേകത നമ്മൾ നോക്കുവാണെങ്കിൽ വിർച്വൽ ആണ്. ഒരിക്കലും നമുക്ക് അതിനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല. വിർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ്. ആ നേരെ നിൽക്കുന്ന ഇമേജ് ആണല്ലോ, അതെ, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് തന്നെയാണ് കിട്ടുന്നത്. സൈസോ ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, സോ ഡിമിനിഷ്ഡ് ആയിട്ടാണ് കിട്ടുക. അപ്പം എപ്പോഴും മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ കോൺ കേവ് ലെൻസിന്റെ കേസിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ചെറിയ ഇമേജ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ഡിമിനിഷ്ഡ് ആയിട്ടുള്ള വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കോൺ കേവ് ലെൻസിന്റെ കേസിൽ നമുക്ക് കിട്ടാനായിട്ട് പോവാം. സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായോ മക്കളെ? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടേ, ഇവിടം വരെ പറഞ്ഞ കാര്യങ്ങൾ ഔട്ട് ഓഫ് 100 എത്ര പെർസെൻറ്റേജ് ഓക്കെ ആയിട്ടുണ്ടെന്ന്. യെസ്, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലായോ ഇവിടം വരെ? ക്വസ്റ്റ്യൻസ് ചെയ്യാം. യെസ്. അപ്പം ഇനി ഇവിടെ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യാനായിട്ടുള്ളത്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം, ഞാൻ ഇതാണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് നോക്കിയിട്ട് വാ. ഓക്കെ, അതിനുശേഷം എല്ലാവരും അതൊന്ന് സ്റ്റാറ്റസ് ഇടുക, സ്റ്റാറ്റസ് ഇട്ട് ഹെൽപ്പ് ചെയ്യുക. ആ സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്നെ കൂടെ മെൻഷൻ അടിച്ചു. അപ്പം അത് ഞാൻ നിങ്ങളുടെ സെക്കൻഡ് അറ്റൻഡൻസ് ആയിട്ട് കൂട്ടിക്കോളാം. സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്നെ മെൻഷൻ അടിച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ടു വേഗം. ഓക്കെ, കുഴപ്പമില്ല. ആർക്കെങ്കിലും സ്റ്റാറ്റസ് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് വേറെ എന്തെങ്കിലും സീൻ കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ കൂടെ വേണേ. എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, അത് ഞാൻ അറ്റൻഡൻസ് ആയിട്ട് കൂട്ടിക്കോളാം. യെസ്. യെസ്, നോക്കാം മക്കളെ. ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അനലൈസ് ദ ഫിഗർ. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ഓഫ് എ ലെൻസ്. ഓക്കെ, വീണ്ടും ഞാൻ വരയ്ക്കേണ്ട കാര്യം ഇല്ലാന്ന് വിചാരിക്കുന്നു. ഒബ്ജക്റ്റ് എന്താണ്? എഫിനും 2fനും ഇടയ്ക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു കോൺവെക്സ് ലെൻസിൽ എഫിനും 2fനും ഇടയ്ക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് കോപ്പി ദ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ടു ഷോ ദ ഇമേജ് ഫോർമേഷൻ. നിങ്ങൾക്ക് വൃത്തിക്ക് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഉറപ്പായിട്ടും ആദ്യത്തെ റേ പാരലായിട്ട് പോയി, അത് ഇതിലൂടെ കടന്നുപോയി ഫോക്കസിലൂടെ. ആ രണ്ടാമത്തെ റേ ഇതിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. രണ്ടാമത്തെ റേ ഇതിലൂടെ ആയിരിക്കും കടന്നു പോവുക. ഏതിലൂടെ പോവാ? ഒപ്റ്റിക് സെന്ററിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകും. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇമേജ് എവിടെയായിരിക്കും കിട്ടുക? 2fന്റെ പുറകിലായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ബിയോണ്ട് 2fലായിരിക്കും ഇമേജ് നമുക്ക് ഫോം ചെയ്യുന്നുണ്ടാവുക. സോ ആ ഡയഗ്രാം വരയ്ക്കുന്നതിനാണ് 2 മാർക്ക്. ആ വൃത്തിയായിട്ട് ആ ഡയഗ്രാം വരച്ചു കൊടുക്കുന്നതിനാണ് 2 മാർക്ക്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇമേജ്. ഇമേജിന്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതാനാ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാം, ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഇമേജ് റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്, പിന്നെയോ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, എൻലാർജ്ഡ് ആണ്. ഇതാണ് നമുക്ക് അവിടെ ഫീച്ചേഴ്സ് ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റുക. ഇനി സി ക്വസ്റ്റ്യൻ നോക്ക്.
വേർ മസ്റ്റ് ദ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ് ടു ഗെറ്റ് റിയൽ ഇമേജ് ഓഫ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ അതേ സൈസില് നമുക്കൊരു റിയൽ ഇമേജ് കിട്ടാൻ എവിടെയായിരിക്കും വെക്കേണ്ടതെന്നാ ചോദിച്ചിരിക്കുന്നത്. എവിടെയായിരിക്കും വെക്കേണ്ടത് പറയാൻ പറ്റുമോ? 2F-ല്. 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 യെസ്, എവിടെയാണ്? 2F-ലാണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ വെക്കേണ്ടത് എവിടെയാണ്? 2F ആണ്. അറ്റ് 2F. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണ്, റെഡി ആയിട്ടുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഒബ്സർവ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് ഒ ബി പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ്. പിന്നെ എന്താണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് 2F തന്നെയാണ്. റേ ഡയഗ്രാം വീണ്ടും വരയ്ക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. റേ ഡയഗ്രാം വരയ്ക്കാൻ അറിയാലോ അല്ലെ? യെസ്, റേ ഡയഗ്രാം വരയ്ക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദ ഇമേജ്. അതും നമ്മൾ ഓൾറെഡി പറഞ്ഞു. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. യെസ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇനി കാൽക്കുലേറ്റ് ദ പവർ ഓഫ് കോൺവെക്സ് ലെൻസ് വിത്ത് ഫോക്കൽ ലെങ്ത് 50 സെന്റിമീറ്റർ. മക്കൾ, ആ കൺസെപ്റ്റ് നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ തന്നെ പഠിക്കും. പവറിന്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. പവർ ഈസ് ഈക്വൽ ടു 1/, ഫോക്കൽ ലെങ്ത് ആണ്, പക്ഷെ ആ ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം. 1/, ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ. ഇനി പക്ഷെ ഇവിടെ നമുക്ക് ഫോക്കൽ ലെങ്ത് തന്നിട്ടുള്ളത് എത്രയാണ്? 50 സെന്റിമീറ്റർ എന്നാണ്. നിങ്ങൾക്ക് സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ അറിയാം. എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. സോ 50/100 എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 0.5 മീറ്റർ എന്ന് എടുക്കാം. ആ നേരെ എന്ത് ചെയ്യുക? പവറിന്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. പവർ പി ഈസ് ഈക്വൽ ടു 1/0.5 ചെയ്ത് നോക്കി. 1/0.5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ആയിരിക്കും കിട്ടുക, പക്ഷെ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? +2 എന്ന് കിട്ടും. +2 ഡയോപ്റ്റർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. +2 ഡയോപ്റ്റർ. യൂണിറ്റ് വരുന്നത് ഡയോപ്റ്റർ ആണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. +2 ഡയോപ്റ്റർ. ഓക്കെ ആണോ? സെറ്റ് ആണോ അത്? ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്, ഓക്കെ ആണ്, ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. യെസ്, നെക്സ്റ്റ് വൺ. അടുത്ത കാര്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് ലെൻസ് ഫോർമുലയാണ്. സോ മക്കളെ, നേരെ ലെൻസ് ഫോർമുലയിലേക്ക് പോവാം. ലെൻസ് ഫോർമുല എന്താണ്? ഈ പറയുന്ന ലെൻസ് ഫോർമുല. ഇത് വെച്ചിട്ട് 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ലെൻസ് ഫോർമുല ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ലെൻസ് ഫോർമുല എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. 1/f ഈസ് ഈക്വൽ ടു 1/v. നോക്കിക്കേ, 1/v മൈനസ് 1/u. ഇതാണ് ലെൻസ് ഫോർമുല. പഠിച്ചു വെച്ചേക്കുക. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലെൻസ് ഫോർമുല എന്ന് വിളിക്കുക. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ഇവിടെ നമുക്ക് പല പല കാര്യങ്ങളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. ഒന്നെങ്കിൽ എഫ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ വി കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ യു കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഏത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. പക്ഷെ നേരെ നമുക്ക് ലെൻസ് ഫോർമുല എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്താണ്? ഈ ഒരു ഫോർമുലയാണ് അവിടെ നിന്ന് എഴുതി കൊടുക്കേണ്ടത്. ഈ ഒരു ഫോർമുല കൃത്യമായിട്ടും എഴുതി കൊടുക്കാൻ പറ്റണം. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഇനി അങ്ങനെ അല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിന്ന് നേരെ എഫ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അപ്പം എഫ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, എഫ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ UV ഡിവൈഡഡ് ബൈ U മൈനസ് വി ഇക്വേഷൻ. UV ഡിവൈഡഡ് ബൈ U മൈനസ് വി. ഇനി യു ആണ് കണ്ടുപിടിക്കണ്ടെങ്കിലോ എന്താ വേണ്ടേ? യു ആണ് വേണ്ടെങ്കിൽ വി എഫ് ഡിവൈഡഡ് ബൈ VF അല്ലെങ്കിൽ SV എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല.
ഓക്കെ, ഇങ്ങനെ എഴുതിക്കോ, എഫ് വി എന്ന് എഴുതിക്കോ. എഫ് വി ഡിവൈഡഡ് ബൈ എഫ് മൈനസ് വി ആണ് വരിക, എഫ് മൈനസ് വി. ഇനി വി ആണ് കണ്ടുപിടിക്കണ്ടെങ്കിലോ, വി ആണ് കണ്ടുപിടിക്കണ്ടെങ്കിൽ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? യു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ്, യു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ്. ഈ ഒരു ഇക്വേഷൻസ് മക്കളെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്ക്. ഓക്കെ അല്ലേ? മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ നോക്കിയേ, എഫിന്റെ കേസിലും യുവിന്റെ കേസിലും എന്താണ്? ഇവിടെ നടുക്കുള്ള സൈൻ മൈനസ് ആണ്. വിയുടെ കേസിൽ ഈ അടിയിൽ നടുക്കുള്ള സൈൻ എന്താണ്? പ്ലസ് ആണ്. അത് മാറിപ്പോവാതെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം, പ്രത്യേകമായിട്ട് ഒന്ന് എഴുതി വെച്ചേക്കുക. ഇനി നമ്മൾ നേരെ മാഗ്നിഫിക്കേഷനിലേക്ക് പോവാണ്. ആദ്യം തന്നെ എന്താണ് മാഗ്നിഫിക്കേഷൻ? മക്കളെ വേറൊന്നുമില്ല, മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്. എന്താണ്? ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്. ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുക. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ആണ്. സോ മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്. ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്, ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഹൗ മെനി ടൈംസ് ഇമേജ് ഈസ് ലാർജർ ദാൻ ഒബ്ജക്ട്. ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും എത്ര മടങ്ങ് വലുതാണ്, ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും എത്ര മടങ്ങ് വലുതാണ് എന്നാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ പറഞ്ഞു തരിക. സോ മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്. ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്, ആ ഒരു റേഷ്യോയാണ് ശരിക്കും പറഞ്ഞ മാഗ്നിഫിക്കേഷൻ. ആൻഡ് ഇത് നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? എന്താണ്? ഈ ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനേക്കാളും എത്രത്തോളം വലുതാണ്. ഇനി മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ രണ്ട് ഇക്വേഷൻ വരും. ഒന്ന് മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു, ഒരു ഇക്വേഷൻ വരുന്നത് എച്ച് ഐ ബൈ എച്ച് ഒ ആണ്. മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു വി ബൈ യു എന്നും പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ വി ബൈ യു എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനും ഉണ്ട്. ഇനി അതുകൂടാതെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1നേക്കാളും കൂടുതലാണെന്ന് വിചാരിക്കുക. ഓക്കെ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1നേക്കാളും കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം ഇമേജ് വലുതായി എന്നാണ്. ഇമേജ് ആണോ വലുത്? ഇമേജ് മാഗ്നിഫൈഡ് ആയി. ഓക്കെ, ഇമേജ് മാഗ്നിഫൈഡ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1നേക്കാളും കൂടുതലാണെങ്കിൽ വലിയ ഇമേജ് ആണ് കിട്ടിയത്, എന്നിട്ട് ഇമേജ് എന്തായിട്ടുണ്ട്? മാഗ്നിഫൈഡ് ആയിട്ടുണ്ട്. ഇനി ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം സൈസ് ആണ്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം സൈസ് ആണ്. ആൻഡ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇമേജ് ചെറുതാണ്. ഇമേജ് ഡിമിനിഷ്ഡ് ആണ്, ഇമേജ് ചെറുതാണ് എന്നർത്ഥം. ഇമേജ് ഡിമിനിഷ്ഡ് ആണ്, ഇമേജ് ചെറുതാണ് എന്നാണ് അതിന്റെ അർത്ഥം. നോക്കി വെക്കേണ്ടതാണ്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1നേക്കാളും കൂടുതലാണെങ്കിൽ ഇമേജ് മാഗ്നിഫൈഡ് ആണ്. ഈക്വൽ ടു 1 ആണെങ്കിൽ ഇമേജ് സെയിം സൈസ് ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ ഇമേജ് എന്താണ്? ഡിമിനിഷ്ഡ് ആണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഇനി അതുകൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ചിലപ്പോ പോസിറ്റീവ് ആകാം. സോ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ചിലപ്പോ പോസിറ്റീവ് ആകാം, ചിലപ്പോ നെഗറ്റീവ് ആകാം. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. നെഗറ്റീവ് ഇൻവേർട്ടഡ് ആണ്, ഇൻവേർട്ടറിന്റെ കൂടെയാണല്ലോ റിയൽ വരിക. സോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്നാണ്. പോസിറ്റീവ് ആണെങ്കിലോ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെന്നാണ്. സോ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് കൃത്യമായിട്ടും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. എക്സാമിന് ആവശ്യമാണ്. എക്സാമിന് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മക്കളെ ഒന്ന് നോക്കി വെക്കണം. അപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്ക്. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ലെൻസ് ഫോർമുലയാണ്. ലെൻസ് ഫോർമുല എന്താണ്? 1 π f ഈസ് ഈക്വൽ ടു 1 π v മൈനസ് 1 π u. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ലെൻസ് ഫോർമുല എന്ന് വിളിക്കുക. 1 π f ഈസ് ഈക്വൽ ടു 1 π v മൈനസ് 1 π u. ഇനി അവിടെ നിന്ന് എഫിന്റെ ഇക്വേഷൻ, യുവിന്റെ ഇക്വേഷൻ, വിന്റെ ഇക്വേഷൻ കൃത്യമായി നോക്കി വെച്ചേക്കുക. പിന്നെ പറഞ്ഞ മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ആണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്.
അല്ലെങ്കിൽ നമുക്ക് പറയാം മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു വി ബൈ യു ആണ്. ഇനിയോ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 കൂടുതലാണെങ്കിൽ ഇമേജ് വലുതായെന്നാണ്, 1 കുറവാണെങ്കിൽ ഇമേജ് ചെറുതായിട്ടുണ്ടെന്നാണ്. ഇനി എന്താണ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇമേജിനും ഒബ്ജക്റ്റിനും ഒരേ സൈസ് ആണെന്നാണ്. ഇനി മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ വിർച്വൽ ആൻഡ് ഡിറക്റ്റ് ആണ്, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. യെസ്. ഇനി മുന്നോട്ടേക്ക് നമ്മൾ പോകുമ്പോഴേക്കും നെക്സ്റ്റ് വൺ ആണ് പവർ ഓഫ് ലെൻസ്. എന്താണ് ഒരു ലെൻസിന്റെ പവർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം? മക്കളെ, പവർ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ്. പവർ ഓഫ് ലെൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. പക്ഷെ ആ ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ ആണ്. ഓക്കെ, പവർ ഓഫ് എ ലെൻസ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. പവർ, ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ്. അതെന്താണ്? ഇൻ മീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പവറിന്റെ ഇക്വേഷൻ, പവർ പി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ വരിക? 1πf എന്നാണ്. പവർ പി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ വരുന്നത് 1πf എന്നാണ്. പ്രത്യേകം ഓർക്കുക, ഈ എഫ് എന്ന് പറയുന്ന ഫോക്കൽ ലെങ്ത് മീറ്ററിലാണ്. ഇനി പവറിന്റെ യൂണിറ്റ് വരുന്ന ഡയോപ്റ്റർ ആണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി, ക്യാപിറ്റൽ ഡി ഉപയോഗിച്ചിട്ടാണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഡി ഉപയോഗിച്ചിട്ടാണ്. പവർ എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ്. അത് നമ്മൾ മീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുക. ഇനി യൂണിറ്റ് ഓഫ് പവർ ഡയോപ്റ്റർ ഓർത്ത് വെച്ചേക്കുക. എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? ഡി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. മറ്റ് ചില കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇവിടെ നിന്ന് ഓർത്ത് വെക്കണം. നമുക്ക് 2 ടൈപ്പിലുള്ള ലെൻസ് ആണുള്ളത്. അതിനി ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മക്കളെ, കോൺവെക്സ് ആണ് ലെൻസ് എന്ന് വിചാരിക്കാം. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യു, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെയാണ് സ്മോൾ ലെറ്റർ യു ഉപയോഗിച്ച് കാണിക്കുന്നത്. യു നെഗറ്റീവാ. കാരണം അറിയാം നമ്മൾ എന്താണ് കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ലെൻസ് വരിക. ഇനി ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഇതുണ്ടോ, ഇതാണ് ഒപ്റ്റിക് സെന്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള എല്ലാ ഡിസ്റ്റൻസും നെഗറ്റീവാ, നമ്മുടെ ഗ്രാഫ് പോലെ. അപ്പൊ ഇത് ഗ്രാഫിന്റെ എക്സ് ആക്സിസും ഇതാണ്ട് ഇങ്ങനെ ഒരു വൈ ആക്സിസും വരുന്നുണ്ടെന്ന് ഓർത്താൽ മതി. ഇങ്ങോട്ടേക്കുള്ള വാല്യൂ മൊത്തം നെഗറ്റീവ്, ഇങ്ങോട്ടേക്കുള്ള വാല്യൂ മൊത്തം പോസിറ്റീവ്. ഇനി മുകളിലേക്കുള്ള വാല്യൂസ് പോസിറ്റീവും താഴേക്കുള്ള വാല്യൂസ് നെഗറ്റീവുമാണ്. അറിയാലോ. അപ്പൊ എന്താണ് യു എന്ന് പറഞ്ഞാൽ ഈ സൈഡിലെ വരിക. നമ്മൾ എപ്പോഴും ഇമേജ് ഇവിടെയല്ലേ വെക്കുക. സോ യു എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ നമുക്ക് കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഒബ്ജക്റ്റ് എപ്പോഴും തന്നെ കിട്ടാറുള്ള ഈ സൈഡിലാണ്. സോ വിയുടെ വാല്യൂ എന്താണ്? പൊതുവെ പോസിറ്റീവ് ആണ്. വിയുടെ വാല്യൂ പൊതുവെ പോസിറ്റീവ് ആണ്. ഇനി ഫോക്കൽ ലെങ്തോ, നമുക്കറിയാം ഫോക്കൽ ലെങ്ത് ഫോക്കസ് അപ്പുറത്തെ സൈഡിലാണ് കിട്ടുന്നത്. സോ ഫോക്കൽ ലെങ്തും പോസിറ്റീവ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ്. ഓർക്കണം, 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് വരുന്നത് പോസിറ്റീവ് ആണ്. ആൻഡ് കോൺകേവ് ലെൻസിന്റെ കേസിൽ നോക്കിക്കേ, നമുക്ക് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ് ഉറപ്പായിട്ടും. ഇനി വിയുടെ വാല്യൂ സെയിം സൈഡിലല്ലേ എപ്പോഴും കിട്ടുന്നത്? ഇമേജ് എപ്പോഴും സെയിം സൈഡിലല്ലേ, അപ്പം അതും നെഗറ്റീവ്. ഫോക്കൽ ലെങ്തും അതേ സൈഡിൽ തന്നെയാണ്, അതും നെഗറ്റീവ്. കോൺകേവ് ലെൻസിന്റെ കേസിൽ എല്ലാം നെഗറ്റീവ്. യു നെഗറ്റീവ് ആണ്, വി നെഗറ്റീവ് ആണ്, അതേപോലെ തന്നെ എഫും നെഗറ്റീവ് ആണ്. സോ ഓർത്ത് വെക്കണം, കോൺവെക്സ് ലെൻസിന്റെ കേസിൽ യു നെഗറ്റീവ് ആണ്, വിയും എഫും ഒക്കെ പോസിറ്റീവ് ആണ്, യു മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. എന്നാൽ കോൺകേവ് ലെൻസിന്റെ കേസിൽ എല്ലാം നെഗറ്റീവ് ആണ്. യുവും നെഗറ്റീവ് ആണ്, വിയും നെഗറ്റീവ് ആണ്, അതേപോലെ തന്നെ എഫും നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. യെസ്, ഇത്രയും കാര്യങ്ങൾ മക്കളെ പറഞ്ഞത് എല്ലാവർക്കും ഔട്ട് ഓഫ് 100 എത്ര % ഓക്കെ ആയിന്ന് ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടേടാ എല്ലാവരും. യെസ്, വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഇനി ആയിരിക്കും ചിലപ്പം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ വരാൻ പോകുന്നത്. കാരണം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. യെസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ ഇനിയിപ്പോ പോവാനായിട്ട് പോവാ. സോ നമുക്കത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ന്യൂമറിക്കൽസ് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ആദ്യം ഒബ്സർവ് ദ ഡിസ്റ്റൻസ് ടു ഒബ്ജക്ട് ആൻഡ് ഡിസ്റ്റൻസ് ടു ഇമേജ് ഡെപിക്റ്റഡ് ഇൻ ദ ഫിഗർ.
അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഡൗൺ ദ മെഷർമെന്റ് യൂസിങ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഈ മെഷർമെന്റുകൾ എഴുതി കൊടുക്കണം. എങ്ങനെയായിരിക്കും മക്കളെ? ആദ്യം തന്നെ യു എന്ന് പറയുന്ന എന്താണ്? ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. വി എന്താണ്? ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് രണ്ടും ഒന്ന് പറയാമോ? U പറയാമോ? 90 V 30. യു 90 ആണോ? 90 ആണോ? യെസ്, -90 സെന്റിമീറ്റർ. വിയോ +30. Plus യെസ്, 30. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്ലസും മൈനസും ഒക്കെ ഇടണം. +30 സെന്റിമീറ്റർ. ഇനി ഞാൻ ചോദിക്കട്ടെ, HI അല്ല HO എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ് HO. എത്രയാണ്? 0.8. പ്ലസ് 1.8 സെന്റിമീറ്റർ. ആൻഡ് HI ഹൈറ്റ് ഓഫ് ഇമേജ് Minus 0.6. -0.6 സെന്റിമീറ്റർ. യെസ്, -0.6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് എന്നാണ് ലെൻസിന്റെ ഫോക്കൽ ലെങ്തിനുള്ള ഇക്വേഷൻ. മക്കളെ എല്ലാവരും ഒന്ന് പറഞ്ഞേടാ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. F ഈസ് ഈക്വൽ ടു, പറഞ്ഞു പഠിക്കേ. F ഈസ് ഈക്വൽ ടു UV ഡിവൈഡഡ് ബൈ U മൈനസ് V. UV ഡിവൈഡഡ് ബൈ U മൈനസ് V. ഒരു മിനിറ്റ് 90 into 30 divided by U minus V. Minus 800 divided by minus and then ഇതിന് cancel പോയി.
ഓക്കെ, മക്കളെ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചാലോടാ. ഹലോ, 22.5 ആണോ? ഓക്കെ, ഞാൻ നോക്കട്ടെ ഞാൻ ചെയ്തു വരട്ടെ. യെസ്, 22.5 ആണെന്ന് തോന്നുന്നു. ഓക്കെ, എങ്ങനെയായിരിക്കും മക്കളെ കിട്ടുക? യുവിന്റെ വാല്യൂ എത്രയാണ്? -90 ഇൻറ്റു വി എത്രയാണ്? +30. ഞാൻ ജസ്റ്റ് 30 എന്ന് മാത്രം എഴുതുവാണ്. ഡിവൈഡഡ് ബൈ നോക്കുക, -90 -90 +30 തന്നെയാണ്. അപ്പൊ -30 തന്നെ ആയിരിക്കും വരിക. ശരിയല്ലേ? യെസ്. അപ്പൊ നോക്കിക്കേ, 9 ഇൻറ്റു 3 27 മൈനസ് അവിടെ ഉണ്ട് 27. അത് കഴിഞ്ഞ് 2 0 ഡിവൈഡഡ് ബൈ -90 -30 എത്രയാണ്? -120 ആണോടാ? യെസ്, -30 ക്യാൻസൽ ആയി. 0 0 ക്യാൻസൽ ആയി. ഡിവൈഡ് ചെയ്തപ്പോ എന്താ വന്നേ? മൈനസും ക്യാൻസൽ. 22.5. അപ്പൊ എത്രയാണ്? +22.5 സെന്റിമീറ്റർ, +22.5 സെന്റിമീറ്റർ. ഇങ്ങനെയായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക, +22.5 സെന്റിമീറ്റർ. യെസ്. സോ ബുദ്ധിമുട്ടില്ലാന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ മക്കളെ? യെസ്. മുന്നോട്ടേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഡ്യൂപ്ലിക്കേറ്റ് ജോയിനെ ഞാൻ ഇപ്പൊ കിക്ക് ഓഫ് ചെയ്യാത്തത് വേറെ വലിയ ശല്യം ഇല്ലാത്തതുകൊണ്ടാണ്. അനാവശ്യമായിട്ട് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക, വേറെ ശല്യപ്പെടുത്തിയിട്ടാണ് ഞാൻ എടുത്ത് കിക്ക് ഓഫ് ചെയ്യും കേട്ടോ. സാറേ ഇവനെ കൊണ്ടല്ല ശല്യ. ഓക്കെ, രണ്ടും മിണ്ടാണ്ടിരുന്നു. ഓക്കെ, ഒറിജിനലും ഫേക്കും ഒക്കെ മിണ്ടായിരിക്കും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. An object is placed at a distance of 15 centimeter from a lens of focal length plus 10 centimeter. A question, which type of lens is used here എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ടൈപ്പിലുള്ള ലെൻസ് ആണ് മക്കളെ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? ഏത് ടൈപ്പ് ആണെന്ന് പറയാമോ? കോൺവെക്സ്. എന്തുകൊണ്ടാണ്? ഫോക്കൽ ലെങ്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ഉള്ളത് ഏതാ? ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ഉള്ളത് കോൺവെക്സ് ആണ് ലെൻസ് അല്ലേ? സോ അതേതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. യെസ്. ഇനി ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഇമേജ് ഡിസ്റ്റൻസ്. ആദ്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്ന് എടുത്തെഴുതാം. ആദ്യം ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? സോ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 15 സോ -15 സെന്റിമീറ്റർ. -15 സെന്റിമീറ്റർ. ഇനി ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് +10 സെന്റിമീറ്റർ ആണ്. സോ ഫോക്കൽ ലെങ്ത് എഫ് ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു എത്രയാണ്? +10 സെന്റിമീറ്റർ. ഇനി അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എന്താ കണ്ടുപിടിക്കണ്ടേ? കാൽക്കുലേറ്റ് ദ ഇമേജ് ഡിസ്റ്റൻസ്. വിയുടെ വാല്യൂ ആണ് വേണ്ടത്. ഇമേജ് ഡിസ്റ്റൻസ് പറയുമ്പോൾ വിയുടെ വാല്യൂ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വിയുടെ ഇക്വേഷൻ എന്താ? നമ്മൾ പഠിച്ചതാ UF ഡിവൈഡ് ബൈ U+F. അതിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ? സോ നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും വരിക. UF ഡിവൈഡഡ് ബൈ U+F. ഇതാണ് ഇക്വേഷൻ. അപ്പം യുവിന്റെ വാല്യൂ നോക്ക്, -15 ഇൻറ്റു എഫ് എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ U+F എന്ന് വെച്ചാൽ -15 + 10 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. യെസ്. അപ്പൊ നോക്കാം നമുക്ക്. -15 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ -150 ആണ്. ഡിവൈഡഡ് ബൈ -15 + 10 എത്രയാണ്? -5 എന്ന് വരും. സ്വാഭാവികമായിട്ടും മൈനസും ക്യാൻസൽ ആവും. 150/5 എത്രയാ മക്കളെ വരുന്നത്? 30 ആണ് വരുന്നത്. സോ 30 സെന്റിമീറ്റർ. യെസ്, 30 സെന്റിമീറ്റർ എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. അങ്ങനെ തന്നെയല്ലേ കിട്ടിയേ? +30 എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. +30 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഇമേജ്? നമുക്കറിയാം കോൺവെക്സ് ആണ്. റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്. റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. യെസ്, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. അതേപോലെ തന്നെ എങ്ങനെയാണ്? എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, അതേപോലെ തന്നെ എൻലാർജ്ഡ് ഇമേജ് ആണ് വരിക. യെസ്, ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. യെസ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ആൻ ഇമേജ് ഈസ് ഫോം 15 centimeter away from a convex lens of focal length 10 centimeter. What is the distance of the object from convex lens? അതേപോലെ തന്നെ if the object is 3 centimeter high, what is the height of the image?
വാട്ട് ആർ ദ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ്? ക്വസ്റ്റ്യൻ നോക്ക്, എന്നിട്ട് എന്താ സംഭവം നോക്കി. യെസ്, ട്രൈ ചെയ്തോ മക്കളെ. ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ തന്നിരിക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് എഴുതിക്കോ. ആദ്യം തന്നെ ഇമേജ് ഈസ് ഫോംഡ് 15 സെന്റിമീറ്റർ അവേ. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം ഇമേജ് വിയുടെ വാല്യൂ എന്താണ്, പ്ലസ് ആണ് വരുന്നത്. സോ പ്ലസ് 15 സെന്റിമീറ്റർ ആണ്. ഇനി അതേപോലെ തന്നെ ഫോക്കൽ ലെങ്തും എത്രയാണ്, പോസിറ്റീവ് ആണ് വരിക. സോ ഫോക്കൽ ലെങ്തും പ്ലസ് 10 സെന്റിമീറ്ററിനാണ് വരിക. അപ്പം എന്തൊക്കെയാ തന്നിട്ടുള്ളത്, ഇമേജ് ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഫോക്കൽ ലെങ്തും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, യു ആണ്. യുവിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. യുവിന്റെ ഇക്വേഷൻ എന്താണ്, എഫ് വി ഡിവൈഡഡ് ബൈ എഫ് മൈനസ് വി ആ അല്ലെ. സോ അത് നമ്മൾ ഇട്ട് കൊടുക്കുക, എഫ് വി ഡിവൈഡഡ് ബൈ എഫ് മൈനസ് വി. മാറിപ്പോയേക്കരുത് കേട്ടാ. യെസ്, ഇനി ഇതിലേക്ക് നമ്മൾ കാര്യങ്ങൾ ഇട്ട് കൊടുത്ത മക്കളെ. എഫിന്റെ വാല്യൂ 10 ഇൻറ്റു വി എന്ന് പറയുമ്പോൾ പ്ലസ് 15 ആണ്, ഡിവൈഡഡ് ബൈ എഫ് മൈനസ് വി 10 മൈനസ് 15 എന്നാണ് വരിക അല്ലേ. സോ എന്ത് വന്നു, 10 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 150 ആണ്, ഡിവൈഡഡ് ബൈ -5. 150 ബൈ -5 എന്നാണ് കിട്ടുന്നത് അല്ലെ. സോ എന്ത് കിട്ടും, മൈനസ് ഉണ്ട്, -30 എന്നാണ് കിട്ടുന്നത്. -30 സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. യെസ്, -30 സെന്റിമീറ്റർ എന്നായിരിക്കും യുവിന്റെ വാല്യൂ വരിക, -30 സെന്റിമീറ്റർ. ഇനി അവിടുത്തെ ബി ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ദ ഒബ്ജക്ട് ഈസ് 3 സെന്റിമീറ്റർ ഹൈ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ എച്ച് ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എച്ച് ഐയുടെ വാല്യൂ എത്രയാണ്, 3 ആണ്. ഇമേജിന്റെ ഹൈറ്റ് ആണ് തന്നിട്ടുള്ളത്, ഒബ്ജക്റ്റ് അല്ല, ഇമേജിന്റെ ഹൈറ്റ് ആണ് 3 തന്നിട്ടുള്ളത്. സോ 3 സെന്റിമീറ്റർ. നമുക്കറിയാം ഇമേജിന്റെ ഹൈറ്റ് പൊതുവെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ്, ഇമേജ് അല്ല, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആകുമ്പോൾ അത് നെഗറ്റീവ് അല്ലേ വേണ്ടേ. യെസ്, എച്ച് ഒ ആണ് തന്നിട്ടുള്ളത്. സോ എന്താണ്, മൈനസ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ഇമേജ്. വേണ്ടത് എന്താണ്, എച്ച് ഐ എത്രയാണ് എന്നാണ് വേണ്ടത്. കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ മക്കളെ, എന്തെങ്കിലും മാർഗം ഉണ്ടോ, ചിന്തിച്ചു നോക്കിക്കേ. യെസ്, ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എച്ച് ഒയിൽ നിന്ന് എച്ച് ഐ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷന്റെ 2 ഇക്വേഷൻ ഉണ്ട്. ആദ്യത്തെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ്, എം ഈസ് ഈക്വൽ ടു വി ബൈ യു ആണ് അല്ലേ. സോ വി ബൈ യു ആണ്. സോ വിയുടെ വാല്യൂ എത്രയാണ്, ചെയ്ത് നോക്കിയേ, വി ബൈ യു ചെയ്ത് നോക്ക്. സോ വിയുടെ വാല്യൂ 15ഉം അതേപോലെ തന്നെ യുവിന്റെ വാല്യൂ -30 യെസ്, അപ്പം എങ്ങനെ വേണമെങ്കിൽ എഴുതാം, -1/2 ആയിരിക്കും എം കിട്ടുക. 15-നകത്ത് 15 ഒരു വട്ടം, 30-നകത്ത് 2 വട്ടം. ആ മൈനസ് എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടു, അത്രയേ ഉള്ളൂ. ഈ മൈനസ് ന്യൂമറേറ്ററിൽ ഇട്ടാലും ഡിനോമിനേറ്ററിൽ ഇട്ടാലും ഒക്കെ ഒരേപോലെയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് മാഗ്നിഫിക്കേഷന്റെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തിന്റെ വാല്യൂ ഉണ്ട്, എമ്മിന്റെ വാല്യൂ അറിയാം, അതെത്രയാണ്, -1/2 ഈക്വൽ ടു എച്ച് ഐ അറിയില്ല ആൻഡ് എച്ച് ഒ അറിയാം. എച്ച് ഒ എത്രയാണ്, -3. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, ആൻസർ ആവില്ലേ, നോക്കിക്കേ. ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ, അല്ലെങ്കിൽ ആദ്യം 2 ഇൻറ്റു എച്ച് ഐ, 2hi ഈസ് ഈക്വൽ ടു -3 ഇൻറ്റു -1, 3 ഇൻറ്റു 1 3. അപ്പം എച്ച് ഐ എന്തായിരിക്കും വരിക, എച്ച് ഐ ഈസ് ഈക്വൽ ടു 3/2 എന്നായിരിക്കും കിട്ടുക. 3/2 എന്ന് പറയുമ്പോൾ എത്രയാ, 1.5 അല്ലേ. 1.5 പ്ലസ് ആണോ മൈനസ് ആണോ, മൈനസ് അല്ലേ? എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ, സോറി, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് മൈനസ് അല്ല പ്ലസ് ആണ്. സോറി, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഞാൻ അറിയാതെ മൈനസ് ഇട്ട് പോയി, പ്ലസ്. അപ്പോ 3 ഇൻറ്റു -1 -3 ആണ് വരിക. സോ ഇവിടെ -1.5 ഇങ്ങനെയാണ് കിട്ടുന്നത്, -1.5 അല്ലെ. ഇനി സി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്. അവിടെയുള്ള ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ മക്കളെ, ഉറപ്പായിട്ടും അതൊരു റിയൽ ആയിട്ടുള്ള ഇമേജ് ആണ്. അതുകൂടാതെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. അതേപോലെ തന്നെ എന്താണ്, സൈസ് എങ്ങനെയായിരിക്കും, ഡിമിനിഷ്ഡ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ് ഡിമിനിഷ്ഡ് എന്ന് പറയാൻ കാരണം,
നോക്കിക്കേ, ഒബ്ജക്റ്റിന്റെ സൈസ് ആണ് ഒബ്ജക്റ്റിന്റെ സൈസ് അല്ലേ വലുത്? ആണോ? ഒബ്ജക്റ്റിന്റെ സൈസ് എത്രയാണ്? 3 ഇമേജിന്റെ സൈസ് ചെറുതാണ്, സോ ഡിമിനിഷ്ഡ് ആണ്. ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ സ്മോൾ സൈസ്, ഇത്രയും മതി. ഡിമിനിഷ്ഡ് ആണ്. യെസ്, ഒരു വട്ടം കൂടെ പറയാം, മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനം ഉറപ്പായിട്ടും മാഗ്നിഫിക്കേഷൻ ആണ്. അതായത് മാഗ്നിഫിക്കേഷൻ 2 ഇക്വേഷൻസ് ഉണ്ട്, ഒന്ന് V/U ഉണ്ട്, HI/HO ഉണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ഈ പറഞ്ഞ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് HOയിൽ നിന്നും HI കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം HI കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനിൽ, ഹൈറ്റ് ഓഫ് ഇമേജ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒന്നെങ്കിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്ന V/Uയിൽ ഇട്ടിട്ട് -1/2 എന്ന് കിട്ടി. ഇനി അതിനുശേഷം മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു HI/HO ആണ്. അപ്പൊ മാഗ്നിഫിക്കേഷന്റെ സ്ഥാനത്ത് -1/2ഉം HI/HOയുടെ സ്ഥാനത്ത് എത്രയാണ്? 3 ഇട്ട് കൊടുക്കുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -1 × 3 -3, 2 × HI 2HI. അപ്പൊ HI ഈക്വൽ ടു -3/2, അതായത് -1.5 എന്ന് കിട്ടി. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം, HI/HO ഈസ് ഈക്വൽ ടു V/U ആയിരിക്കും. ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടാവും. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെയാണ്. യെസ്. അപ്പം ഇത് കൂടാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്തു നിന്നുള്ള അധികം ക്വസ്റ്റ്യൻസ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടില്ല, കാരണം അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മക്കളെ എല്ലാവർക്കും ഔട്ട് ഓഫ് 100 എത്ര പെർസെൻറ്റേജ് ഓക്കെ ആയിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നൊന്ന് വേഗം ചാറ്റ് ബോക്സിൽ കിട്ടേ. ഹലോ, യെസ് മക്കളെ, മുന്നോട്ട് പോവാം. സെറ്റിൽ ഇവിടം വരെ ഓക്കെ. യെസ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നോക്കാനായിട്ടുള്ളത് മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. നിങ്ങൾക്കറിയാം, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ്? കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ ഭയങ്കര വലുതാക്കി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ വർക്കിംഗ് അടക്കം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ വർക്കിംഗ് ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ഫിഗർ വരച്ചു കൊടുക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പം വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തൊരു ഫിഗർ പോലെ ആയിരിക്കും ഇത് തോന്നുന്നുണ്ടാവുക. പക്ഷേ വരയ്ക്കാൻ പഠിക്കണം. വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? പഠിച്ചായിരുന്നു? ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ അറിയേണ്ടത് മക്കളെ, ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആണ്.
യെസ്, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൻ ഒബ്ജക്റ്റീവ് ഈസ് എ ലെൻസ് പ്ലേസ്ഡ് ക്ലോസ് ടു ദ ഒബ്ജക്ട് ടു ബി ഒബ്സർവ്. എന്താണ്? ഒബ്ജക്റ്റിന്റെ അടുത്ത് വെക്കുന്ന ലെൻസിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ നോക്കി, ഇതാണ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് ഇവിടെ ആയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുക. ഇവിടെ ഒരു കുഞ്ഞു പ്ലേറ്റ് പോലത്തെ സാധനത്തിനകത്താണ്, അതായത് ഒരു ഗ്ലാസിന്റെ ഒരു കുഞ്ഞു കഷ്ണം, അങ്ങനത്തെ ഒരു സാധനത്തിനകത്താണ് നമ്മുടെ ഒബ്ജക്റ്റ് വെക്കുക. അപ്പം ഈ ഒബ്ജക്റ്റിന്റെ തൊട്ടടുത്തിരിക്കുന്ന ലെൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ നമ്മുടെ കണ്ണ് കൊണ്ട് വെക്കുന്ന ലെൻസ് ഇല്ലേ, നമ്മൾ നോക്കുന്ന ലെൻസ്, അതിനെയാണ് നമ്മൾ ഐ പീസ് എന്ന് വിളിക്കുക. ഐ പീസ്. സോ ഒബ്ജക്റ്റീവ് ഈസ് എ ലെൻസ് പ്ലേസ്ഡ് ക്ലോസ് ടു ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിന് അടുത്തായിട്ട് വെക്കുന്ന ലെൻസിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുക. ഇനി ഐ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ പീസ് ഈസ് ദ ലെൻസ് ത്രൂ വിച്ച് ദ ഇമേജ് ഫോംഡ് ബൈ ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് ഒബ്സർവ്ഡ്. അതായത് ഈ ഒബ്ജക്റ്റീവ് ലെൻസിനകത്ത് നിന്ന് കിട്ടുന്ന ഇമേജ് ഇല്ലേ, അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ്, അതാണ് എന്ത്? ഐ പീസ്. ഇനി ഇവിടെ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടും മക്കളെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിനേക്കാളും ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും കൂടുതൽ. ഒബ്ജക്റ്റീവിനേക്കാളും ഐ പീസിന്റെ ആയിരിക്കും ഫോക്കൽ ലെങ്ത് കൂടുതൽ ഉണ്ടാവുക. ഐ പീസിനാണ് ഇവിടെ ഫോക്കൽ ലെങ്ത് കൂടുതൽ. അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. നിർബന്ധമായിട്ടും ഒന്ന് ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ആരുടെയാണ്? ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ഈസ് ഗ്രേറ്റർ ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് FO എന്നും ഐ പീസിന്റെ ഞാൻ FE എന്നും പറഞ്ഞ് എഴുതുവാണ്. അത്രയേ ഉള്ളൂ. യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ അതിന്റെ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പഠിക്കാം. ആദ്യം ഡയഗ്രാം വരയ്ക്കാനായിട്ട് പഠിക്കാം, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റ വട്ടേ ഞാൻ വരയ്ക്കുന്നുണ്ടാവത്തുള്ളൂ. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. യെസ്. ആദ്യം തന്നെ നമുക്ക് നോർമൽ ആയിട്ട് ഒരു ആക്സിസ് അങ്ങ് വരച്ചു വിടാം. ഓക്കെ. യെസ്, ഞാനിതാ നോർമൽ ആയിട്ട് ഒരു കുറച്ച് ലെങ്തി ആയിട്ട് ഒരു ആക്സിസ് വരയ്ക്കുവാണേ. യെസ്, കുറച്ച് ലെങ്തി ആയിട്ട് ഒരു ആക്സിസ് വരയ്ക്കുന്നു. ഇനി അതിനുശേഷം ഇതാണ്ട് ഇവിടെ ആയിട്ട് ഒരു സൈഡിലായിട്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആദ്യത്തെ ഏതാണ് ഒബ്ജക്റ്റീവ് ലെൻസ് വരയ്ക്കുവാണ്. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ കേസ് എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കൽ ലെങ്ത് കുറവാണല്ലോ. അപ്പം ഒബ്ജക്റ്റീവ് ലെൻസ് ഇവിടെ ചെറുത്. ഒബ്ജക്റ്റീവ് ലെൻസ് ഇവിടെ ചെറുത്. ഞാൻ ഇതാണ്ട് നാളത്തെ നിങ്ങളുടെ എക്സാമിന് 100% ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നിന്നാണ്. യെസ്. അപ്പം അത് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ് വെക്കുകയാണ്. സോ ദിസ് ഈസ് ഒബ്ജക്റ്റീവ്. അവിടെ തന്നെ എഴുതി കൊടുക്കുക ഒബ്ജക്റ്റീവ്. ഇതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കണം കേട്ടോ. സോ ഒബ്ജക്റ്റീവ്. ഇനി അതിനുശേഷം ഇതാണ്ട് ഒബ്ജക്റ്റീവിന്റെ കേസിൽ നമുക്ക് ഒബ്ജക്റ്റീവിന്റെ ഫോക്കസ് ഉണ്ട്, പ്രിൻസിപ്പൽ ഫോക്കസ് FO. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നേരെ ഇരട്ടി ഡിസ്റ്റൻസിൽ ഇവിടെ എന്ത് വരും? 2FO. ഇനി ഇവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് എന്തുണ്ടാവും? വീണ്ടും FO. ഒബ്ജക്റ്റീവിന്റെ തന്നെ ഇവിടെ നിന്ന് ഇതിന്റെ ഇരട്ടി ഡിസ്റ്റൻസിൽ 2FO. ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നു. ഓക്കെ. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. യെസ്. ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കാണണം എന്ന് വിചാരിക്കാം. അതായത് ഇവരിവിടെ കാണാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഉറുമ്പിനെയാണ്. ഉറുമ്പോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതെന്തെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാനിതാ ആ ഒരു ഒബ്ജക്റ്റ് ഉറുമ്പിനെ ഒന്നും വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു വര വരയ്ക്കുവാണ്. യെസ്, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. എനിക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെയാണ് വലുതാക്കി കാണേണ്ടത്. അപ്പൊ നോക്കാം, ഈ ഒബ്ജക്റ്റിന്റെ ആദ്യത്തെ റേ നമുക്കറിയാം പാരലായിട്ട് പോകും. പാരലായിട്ട് പോകുന്ന റേ ഇതിലൂടെ പോകുന്ന നമ്മൾ പഠിച്ചത് ഫോക്കസിലൂടെ. പോട്ടെ, നോ പ്രോബ്ലം. രണ്ടാമത്തെ റേ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകട്ടെ. രണ്ടാമത്തേത് ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകട്ടെ. സോ അത് കാണണ്ടേ. യെസ്, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി. രണ്ടും കൂടെ കൂട്ടിമുട്ടിയ ഇതാണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് എന്തിനെ കിട്ടുന്നത്? നമ്മുടെ ഇമേജ്. ഐ പീസിന്റെ ഒബ്ജക്റ്റീവിന്റെ മാത്രം കേസിൽ ഒരു ഇമേജ് നമുക്ക് കിട്ടി. ഒബ്ജക്റ്റീവിന്റെ മാത്രം കേസിൽ ഇമേജ്. ഇനി എന്താ വേണ്ടതെന്നറിയോ? ഐ പീസ്. ഐ പീസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഇപ്പം ഈ കിട്ടിയിട്ടുള്ള ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജ് എവിടെ വരണം എന്നറിയോ? ഐ പീസിന്റെ ഫോക്കൽ ലെങ്തിന്റെ ഉള്ളിൽ വരണം. ഐ പീസിന്റെ ഫോക്കൽ ലെങ്തിന്റെ ഉള്ളിൽ കണ്ടോ? ഐ പീസിന്റെ ഫോക്കൽ ലെങ്തിന്റെ ഉള്ളിലായിട്ട് വേണം ഈ ഇമേജ് വരാൻ. ആ രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഐ പീസ് വരയ്ക്കാൻ. ഐ പീസ് നിങ്ങൾക്കറിയാം വലിയ ലെൻസ് ആണ് വരയ്ക്കേണ്ടത്. യെസ്, വലിയ ലെൻസ് വരയ്ക്കുക. ഇനി ഇതിന്റെ ഫോക്കൽ ലെങ്ത് ഞാനിതാ
കുറച്ചുകൂടി അടുപ്പിക്കായിരുന്നു അല്ലേ? കുറച്ചുകൂടി അടുപ്പിച്ച് വരയ്ക്കാം. യെസ്, ഇതാണ് ഇവിടെയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ഐ പീസ്. സോ ദിസ് ഈസ് ഐ പീസ്. ഇനി ഇതിന്റെ ഫോക്കൽ ലെങ്ത് നോക്കിയ മക്കളെ, ഇതിന്റെ ഫോക്കൽ ലെങ്ത് ഞാനിതാ ഇവിടെ എടുക്കുവാണ്. യെസ്, ഓക്കെ, ഇതാണ് ഐ പീസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് വരിക, സോറി എഫ് ഇ. അതേപോലെ തന്നെ എന്താ ഇപ്പുറത്തെ സൈഡിൽ ഞാനത് കാണിക്കുന്നു എഫ് ഇ. ഓക്കെ, യെസ്. ഇനി എന്ത് ചെയ്യുന്നു, ഇതാണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് ആര് വന്നിട്ടുള്ളത്, ഒബ്ജക്റ്റ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്ത് ചെയ്യുക, ഇവിടെ കിട്ടിയിട്ടുള്ള ഇമേജ് ഈ ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റ്, സോറി ഈ ഒരു ഇമേജിനെ ഇതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, ഒബ്ജക്റ്റിൽ നിന്നും ഒരു ലൈറ്റിന്റെ റേ പാരലൽ ആയിട്ട് പോകും. പാരലൽ ആയിട്ട് പോകുന്ന റേ ഇതിലൂടെ കടന്നു പോകും, ഇതിന്റെ ഫോക്കൽ ലെങ്തിലൂടെ കടന്നു പോകും. പോട്ടെ, രണ്ടാമതായിട്ടുള്ള ലൈറ്റിന്റെ റേ ഇതിലൂടെ കടന്നു പോകും. നിങ്ങൾക്കറിയാം ഒപ്റ്റിക് സെന്ററിലൂടെയാണ് കടന്നു പോവുക. സോ ഒപ്റ്റിക് സെന്ററിലൂടെ ഇങ്ങനെ കടന്നുപോയി. ഇനി എന്ത് സംഭവിക്കും, കണ്ടോ, ഇത് രണ്ടും ഇങ്ങനെ അകന്നകന്നാണ് പോകുന്നത്. ഇവരെ രണ്ടുപേരെയും നീട്ടി വരയ്ക്കുന്നു. യെസ്, ഇവരെ രണ്ടുപേരെ നീട്ടി വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ കുറേയും കൂടി വലുതായിട്ട് ഒരു ഇമേജ് കിട്ടും. കണ്ടോ, ഇത്രയും വലിയ ഇമേജ് കിട്ടും. സോ ഇതാണ് എന്ത്, നമുക്ക് ഫൈനലി കിട്ടുന്ന നമ്മുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അതായത് ഇത്രയും കുഞ്ഞൊരു ഒബ്ജക്റ്റ് ആയിരുന്നു, അത് ആദ്യം കുറച്ച് വലുതായി, അത് കഴിഞ്ഞ് കണ്ടോ ഫൈനൽ ആയിട്ട് കിട്ടുന്ന ഇമേജ് ഇതാ ഇത്രയും വലുതാണ്. ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇതാണ് മക്കളെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. സോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരയ്ക്കാൻ പഠിച്ചു എല്ലാവരും. വേണമെങ്കിൽ ഇതാ ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത്. ഇവിടെ ആയിട്ട് വേണം നമ്മുടെ കണ്ണ് വരച്ചോ. യെസ്, യെസ്, ബുദ്ധിമുട്ടില്ലല്ലോ. യെസ്, അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ നിന്ന് കാര്യങ്ങൾ പറയാണ് മക്കളെ. ആദ്യം ലെൻസുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ് ഏതാണ്, കോൺവെക്സ് ആണ്. ഒബ്ജക്റ്റീവ് ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് വരിക, കോൺവെക്സ്. ഇനി ഐ പീസും ഏത് തന്നെയാണ്, ഉറപ്പായിട്ടും അതും കോൺവെക്സ് ലെൻസ് തന്നെയാണ് വരിക. ഒബ്ജക്റ്റീവോ, ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത്, ആരുടെ ഫോക്കൽ ലെങ്ത് മക്കളെ കൂടുതൽ, ആരുടെയാണ്, ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് കൂടുതൽ, ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കുറവാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഇമേജ് എങ്ങനെയാണ്, ഇവിടെ കിട്ടുന്ന ഇമേജ് റിയൽ ആയിട്ടുള്ള ഇമേജ് ആണ്, അതായത് ഒബ്ജക്റ്റീവിന്റെ മാത്രം. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ആൻഡ് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് തന്നെയാണ്. താഴെയും അത് തന്നെ ആയിരിക്കും കിട്ടുക. റിയൽ ആയിട്ടുള്ള ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്, ആൻഡ് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് വേർ ഷുഡ് ബി ദ ഒബ്ജക്റ്റ് ടു ബി ഒബ്സർവ്ഡ് ടു കെപ്റ്റ് റെഫറൻസ് ടു ദ ഒബ്ജക്റ്റീവ്. എന്താ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒബ്ജക്റ്റീവിന്റെ എവിടെയായിട്ട് വേണം വെക്കാൻ, ഒബ്ജക്റ്റീവിന് എവിടെയാ വെച്ചത്, എഫിന്റെയും ടു എഫിന്റെയും ഇടയ്ക്കായിട്ട്. സോ എഫിന്റെയും ടു എഫിന്റെയും ഇടയ്ക്കായിട്ട്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ്, എവിടെയാണ് ഇമേജ് എവിടെയാ ഫോം ചെയ്തത്, ബിയോണ്ട് ടു എഫ്, ബിയോണ്ട് ടു എഫ് ഓൺ അതർ സൈഡ്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിയൽ ആയിട്ടുള്ള ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്, ആൻഡ് പിന്നെ എങ്ങനെയാണ്, മാഗ്നിഫൈഡ് ആണോ, യെസ്, മാഗ്നിഫൈഡ് അല്ലെങ്കിൽ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. ഇനി വാട്ട് വുഡ് ബി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ ഐ പീസ്, ഐ പീസ് ഫോം ചെയ്യുന്ന എന്താണ്, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ്, വിർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ്, ആൻഡ് മാഗ്നിഫൈഡ് ആണ്. എന്തുകൊണ്ടാ വിർച്വൽ എന്ന് മനസ്സിലായോ നിങ്ങൾക്കത്? യെസ്, എന്തുകൊണ്ടാണ് അതിന് ഇറക്റ്റ് എന്ന് പറയാൻ കാരണം, നോക്ക്, ശരിക്കും പറഞ്ഞാൽ ഐ പീസിന്റെ കേസിൽ ഇമേജ് ഇതാ ഇങ്ങനെയാ നിൽക്കുന്നത്, തലകുത്തിയിട്ടുള്ള ഇമേജ് ആണ്. അപ്പം സോറി, ഒബ്ജക്റ്റ് തലകുത്തിയിട്ടാണ്, അപ്പൊ തലകുത്തിയിട്ട് തന്നെയുള്ള ഇമേജാ കിട്ടിയേ. ഇത് നമ്മൾ തല കുത്തിയതായോണ്ടല്ലേ ഇത് തല കുത്തിയത്. അതുകൊണ്ട് എന്താണ്, ഇതെങ്ങനെയാണോ അതിന്റെ അതേപോലെ തന്നെ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇറക്റ്റ് ആണെന്നും വിർച്വൽ ആണെന്നും മാഗ്നിഫൈഡ് ആണെന്നും പറയാൻ കാരണം. മനസ്സിലായോ? സാറേ, എന്തോടാ? അപ്പൊ ഐ പീസ് ഇല്ലേ, അതിനകത്ത് മേലത്തെ ആ ബോക്സിൽ ഐ പീസിന്റെ ആ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇമേജ് അത് റിയലും ഇൻവേർട്ടഡും ആയിരിക്കുമോ? അപ്പം ഓ സോറി, ഇറക്റ്റും വിർച്വലുമാണ്. ഐ പീസിന്റെ മാത്രം കേസിൽ ഇറക്റ്റും വിർച്വലുമാണ്. യെസ്, ഇറക്റ്റ്
വിർച്വൽ ആൻഡ് എൻലാർജ്ഡ് ആണ്. യെസ്, മുന്നോട്ടേക്ക് നമ്മൾ പോവാണ്. ആൻഡ് മക്കളെ വരയ്ക്കുന്ന സംഭവം കൃത്യമായിട്ടും എല്ലാവർക്കും മനസ്സിലായോടാ? വരയ്ക്കാനുള്ളത് കൃത്യമായിട്ട് മനസ്സിലായോ? മനസ്സിലായി. യെസ്. അപ്പോ നമ്മളിതാ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. സോ നോക്കിക്കേ മക്കളെ, ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പഠിക്കണേ. ദ ഒബ്ജക്റ്റീവ് ഷുഡ് ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f of the objective. A large real inverted image is formed beyond 2f of the objective. This acts as objective for eyepiece. Its position is in between optic center and FE of eyepiece. A large virtual image of this can be seen through the eyepiece. യെസ്. അപ്പം നിങ്ങളോട് ഇൻ കേസ് ഈ പറഞ്ഞ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ വർക്കിംഗ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് വൃത്തിയായിട്ട് ഈ ഫിഗർ വരച്ചു കൊടുക്കുക. വർക്കിംഗ് എഴുതാൻ, വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഒന്നാമതായിട്ട് വൃത്തിയായിട്ട് ഈ ഫിഗർ വരച്ചു കൊടുക്കുക. രണ്ടാമതായിട്ട് ഈ കാര്യമാണ് എഴുതി കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ബോക്സിനകത്ത് എഴുതിയ കാര്യങ്ങൾ, ബോക്സിനകത്തും ഇവിടെയൊക്കെ ആയിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വേർഡ്സ് ആക്കി തന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, നോക്ക്. ഇൻക്രീസിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് വിൽ നോട്ട് ബി ബെനിഫിഷ്യൽ ഇൻ ദ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എന്ന് വെച്ചാൽ എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താ സംഭവം? ഇഫ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് ലോങ്ങർ, സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി സ്മോളർ. എന്താണ്? ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇമേജിന്റെ സൈസ് എന്തായിരിക്കും? ചെറുതാവുമായിരിക്കും ചെയ്യുക. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്താണ്? കുറയും. സോ ഒബ്ജക്റ്റീവ് ലെൻസ് ഏറ്റവും ഷോർട്ടർ വേവ് ലെങ്ത് ആക്കി വെക്കുന്നതാണ്, ഫോക്കൽ ലെങ്ത് ആക്കി വെക്കുന്നതാണ് നല്ലത്. യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഞാൻ പറയുവാണ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കേസിൽ വൃത്തിയായിട്ട് ആ ഫിഗർ പഠിക്കുക. വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ബോക്സ് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമുണ്ടാവും. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക? ഈ രീതിയിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ. മുന്നോട്ടേക്ക് പോവാണ്. റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. റെഡിയാണോ മക്കളെ? റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് നോക്കാനായോ? ആയോ? ഓക്കെ. യെസ്, നോക്കാം. ടെലസ്കോപ്സ് ആർ ഇൻസ്ട്രുമെന്റ് ടു സീ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്ലിയർലി. എന്താണ്? ദൂരെയുള്ള ഒബ്ജക്റ്റിനെ വളരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഈ പറഞ്ഞ ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസ്. The invention of telescope brought greater change in the study of the universe. There are different types of telescope that make use of reflection and refraction of light. റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ടെലസ്കോപ്പ് എന്ന് പറയുന്ന സംഭവം. സോ ഇതാണ് ടെലസ്കോപ്പ്. സോ ടെലസ്കോപ്പിന്റെ കേസിൽ രണ്ട് ലെൻസ് ഉണ്ട്. പക്ഷെ ഒബ്ജക്റ്റീവിനായിരിക്കും എന്ത്? ഫോക്കൽ ലെങ്ത് കൂടുതൽ. ഐ പീസിനേക്കാളും ഒബ്ജക്റ്റീവിനായിരിക്കും ഫോക്കൽ ലെങ്ത് കൂടുതൽ. എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇത് ഞാൻ വരയ്ക്കണ്ടല്ലോ മക്കളെ, പറഞ്ഞാൽ പോരെ ഇവിടെ നിന്ന്? മതിയോ അതോ വരയ്ക്കണോ? പറഞ്ഞാ മതി. പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ നോക്ക്, എന്താ സംഭവം എന്ന് വെച്ചാൽ അങ്ങ് ദൂരെയുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന്റെ റേസ് ഇതാണ്ട് പാരലൽ വരുന്നു. ഓക്കെ, അങ്ങ് ദൂരെയുള്ള റേയിനെ അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇവിടെ നിന്ന് നോക്കുന്നുണ്ടാവുക. അപ്പൊ അതെന്ത് സംഭവിക്കും? ഇതാണ്ട് അത് ഇങ്ങനെ ആദ്യം ഇതിന്റെ ഫോക്കസിലൂടെ കടന്നുപോയി, മറ്റേത് ഇതാ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി, രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നിടത്ത് നമുക്ക് കുറച്ച് ചെറുതായിട്ടുള്ള ഒരു ഇമേജ് കിട്ടി. നമുക്ക് ഭയങ്കര വലിയ ഇമേജ് ഒന്നും അല്ലല്ലോ കിട്ടുക, ഇതിന്റെ ഒറിജിനൽ വലിപ്പം അല്ലല്ലോ കിട്ടുക. സോ കുറച്ച് ചെറുതായിട്ടുള്ള ഇമേജ് കിട്ടി. ഇനി ഇതാണ്ട് ഐ പീസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ലെൻസ് ആണ്. അപ്പം ഈ ഒരു ഇമേജ് ഇതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പം ഒരു റേ എന്ത് ചെയ്യും? ഒരു റേ പാരലൽ ആയിട്ട് കടന്നു പോകും. അത് എന്ത് ചെയ്യണം? ഫോക്കസിലൂടെയാണ് കടന്നു പോകേണ്ടത്. രണ്ടാമത്തെ റേ എന്താണ്? ശരിക്കും ഒപ്റ്റിക് സെന്ററിലൂടെയാണ് കടന്നു പോകേണ്ടത്. അല്ലെങ്കിൽ ഇതാ നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ട് ഇവിടുന്ന് ഈ സംഭവം പുറകോട്ടേക്കാണ് നമ്മൾ നീട്ടി വരയ്ക്കേണ്ടി വരിക. ഒരു മിനിറ്റ്.
യെസ്. ഹലോ, കേൾക്കാമോ മക്കളെ? ഓക്കെ, അപ്പൊ നോക്കിയാടാ ഇവിടെ നിന്ന് വരുന്ന എന്താണ് ഇനിയിപ്പോ ഈ റേസ് നമ്മൾ ഇതാ ജസ്റ്റ് പുറകോട്ടേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അത് ഇതാണ്ട് ഇങ്ങനെ വന്ന് കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ കുറേയും കൂടെ വലിയ ഒരു ഇമേജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലസ്കോപ്പിന്റെ കേസിലും പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒബ്ജക്റ്റീവും മറ്റൊന്ന് എന്ത് തന്നെയാണ്, ഐ പീസും തന്നെയാണ്. ഇനി നമ്മൾ നേരെ പ്രത്യേകതകളിലേക്ക് നോക്കുവാണെങ്കിൽ, ടെലസ്കോപ്പിന്റെ പ്രത്യേകതകളിലേക്ക് നോക്കുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ടെലസ്കോപ്പിന്റെ കേസിൽ ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കെ, ആർക്കാണ് മക്കളെ ഫോക്കൽ ലെങ്ത് കൂടുതൽ ഉണ്ടാവുക? ഒബ്ജക്റ്റീവിനാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ, ഒബ്ജക്റ്റീവിനാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കൽ ലെങ്ത് കൂടുതലുള്ളത് ഒബ്ജക്റ്റീവിനാണ്. ആൻഡ് ഐ പീസിന് എന്തായിരിക്കും, ഫോക്കൽ ലെങ്ത് ഉറപ്പായിട്ടും കുറവായിരിക്കും ഉണ്ടാവുക. യെസ് അല്ലേ? ശരിയാണോ? അതെ. യെസ്. ഇനി അതേപോലെ തന്നെ അടുത്തത് ആർക്കാണ് അപ്പേച്ചർ മോർ? അപ്പേച്ചർ എന്ന് വെച്ചാൽ ഇതാ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആർക്കാ അപ്പേച്ചർ മോർ ആയിട്ടുള്ളത്, കൂടുതൽ ഏരിയ ഉള്ളത് ഏതിനാണ്? എഗെയിൻ അതും ആർക്ക് തന്നെയാണ്, ഒബ്ജക്റ്റീവിന് തന്നെയല്ലേ. അപ്പേച്ചർ കൂടുതലുള്ളതും ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് ഐ പീസിനായിരിക്കും കുറവുണ്ടാവുക. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എന്തൊക്കെയാണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുന്നത് റിയൽ ആണ്. നോക്ക്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്, ആൻഡ് ഉറപ്പായിട്ടും ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജിനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ? യെസ്. ഇനി നോക്കിക്കേ, നമ്മുടെ രണ്ടാമത്തെ ഐ പീസ് ഉണ്ടാക്കുന്നതോ തലതിരിഞ്ഞ ഇമേജ് ഇവിടെ കിട്ടുന്നത് തലതിരിഞ്ഞത് തന്നെ, വിച്ച് മീൻസ് ഇറക്റ്റ് ആയിട്ടാ കൂട്ടുക. വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, അതേപോലെ തന്നെ വലിയ ഇമേജ് ആണ്, മാഗ്നിഫൈഡ് ആണ്. യെസ്. സോ നോക്കാം നമുക്ക്. ലെറ്റ് സി ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ ടെലിസ്കോപ്പ്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട്? ഒബ്ജക്ട് എവിടെയാ? അങ്ങ് ദൂരെ, ഫാർ അവേ. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമതായിട്ട് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് ആണ് കൂടുതൽ. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയത് എന്താണ്? സ്മോൾ ആൻഡ് റിയൽ ഇമേജ് ആണ്. ഇനി വിച്ച് ഓഫ് ദ ലെൻസ് യൂസ് ദിസ് ഇമേജ് as ഒബ്ജക്ട്? ആരാണ്? ഐ പീസ് ആണ് ആ ഒരു ഇമേജിനെ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടാവുക. ത്രൂ വിച്ച് ലെൻസ് ഈസ് ഇമേജ് വ്യൂഡ്? ഏത് ലെൻസ് ആണ്, സോറി ഏതാണ് ഇമേജിനെ നോക്കുന്നത്? ഏതാണ്? ഐ പീസ് ഉപയോഗിച്ചിട്ടാണ്. ഇനി ദ ഇമേജ് വി സീ ത്രൂ ഐ പീസ് ഈസ് എങ്ങനെയായിരിക്കും? വിർച്വൽ ആയിരിക്കും. സോ നോക്കിക്കേ, ഇൻ എ ടെലസ്കോപ്പ് ദ ഒബ്ജക്റ്റീവ് ഫോം സ്മോൾ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. ഒബ്ജക്റ്റീവ് എന്താണ്? സ്മോൾ ആയിട്ടുള്ള റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജിനെയാണ് ഉണ്ടാക്കുക. ഇറ്റ് ഈസ് ദ ഇമേജ് ഫോംഡ് ബൈ ഒബ്ജക്റ്റീവ് ദാറ്റ് വി ഒബ്സർവ് ത്രൂ ദ ഐ പീസ്. എന്ന് വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുന്ന ഇമേജിനെയാണ് നമ്മൾ ഐ പീസിലൂടെ കാണുന്നുണ്ടാവുക. സിൻസ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് ബിറ്റ്വീൻ ഫോക്കസ് ഓഫ് ദ ഐ പീസ് ആൻഡ് ഒപ്റ്റിക് സെന്റർ, വി ക്യാൻ സി വിർച്വൽ ഇമേജ് ഫോംഡ് ബൈ ഐ പീസ്. ഐ പീസ് ഉണ്ടാക്കുന്ന ആ ഒരു ഇമേജ് എന്താണ്? വിർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ്. യെസ്. ഇനി ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വൈൽ മേക്കിംഗ് എ ടെലസ്കോപ്പ്, ലെങ്ത് ഓഫ് ദ ടെലസ്കോപ്പ് ഷുഡ് ബി ടേക്കൺ ബൈ കൺസിഡറിങ് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ്. അപ്പൊ ടെലസ്കോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്തും അതേപോലെ തന്നെ ഐ പീസിന്റെ ഫോക്കൽ ലെങ്തും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററും കൂടി മക്കളെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഏകദേശം 1.5-1.25 മണിക്കൂർ മാത്രമേ നമ്മൾ ഈ ഒരു വലിയ ചാപ്റ്ററിന് എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് മൊത്തം കഴിഞ്ഞു എന്നല്ല, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞത് മക്കളെ നിങ്ങൾക്ക് ഓക്കെ ആണോ? കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ? സാർ ടെലിസ്കോപ്പിന്റെ ഓക്കെ ആണ്. അങ്ങനെ വരാൻ ചാൻസ് കുറവാണ് ടെലിസ്കോപ്പിന്റെ കേസിൽ. മെയിൻ ആയിട്ടും വരാൻ ചാൻസ് ഉള്ളത് ഏതാണ്? മൈക്രോസ്കോപ്പ് തന്നെ ആയിരിക്കും. മൈക്രോസ്കോപ്പ് എന്താണെങ്കിലും വരും കേട്ടോ. യെസ്. അപ്പം ഇനിയിപ്പോ ഇരുന്നിട്ട് മക്കളെ ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കുക. ഞാൻ അതുകൊണ്ടാണ് വേഗം തീർത്തത്, ഒത്തിരി സമയമൊന്നും കളയാതെ വേഗം തീർത്തത്. അതുകൊണ്ടാണ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. 8 മണിക്കാണ് നമ്മുടെ അടുത്ത മീൻസ് മൊത്തം കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോവുള്ളൂ, മീൻസ് കേട്ടിട്ടേ പോവുള്ളൂ കേട്ടോ. അപ്പം മൊത്തം ഇനിയിപ്പോ അടുത്ത ക്ലാസ്, നമ്മുടെ അടുത്തൊരു ക്ലാസ് വരുന്നത് എത്ര മണിക്കാണ്? 8 മണിക്കാണ് വരിക. അപ്പം 8 മണിക്കത്തെ ക്ലാസ്സിന് മുമ്പ് ഞാൻ എല്ലാവരുടെ അടുത്തും അപ്ഡേറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്ഡേറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി പേരുടെ അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ നിർബന്ധമായിട്ടും 8 മണിക്കത്തെ ക്ലാസ്സിന് മുമ്പ് 3 പാഠവും പഠിച്ചു സെറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു അപ്ഡേറ്റ് കിട്ടണം. അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അടുത്തൊരു ക്ലാസ് ഉള്ളൂ.
അപ്ഡേറ്റ് കിട്ടിയാൽ മാത്രമേ അടുത്തൊരു ക്ലാസ് ഉള്ളൂ. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന വെറുതെ ആണല്ലോ, അല്ലേ? ശരിയല്ലേ?